വർഷം മുഴുവൻ ചക്ക കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ പ്ലാവ് വെച്ചാൽ മതി. ഈ ഒറ്റ പ്ലാവ് വർഷം മുഴുവൻ നമുക്ക് കിട്ടും. ഇത് നമ്മൾ 100 രൂപയ്ക്കാണ് നമ്മൾ ഈ വിയറ്റ്നാം ഏളി സൂപ്പർ എന്ന് പറയുന്ന ഈ പ്ലാവ് നമ്മൾ കൊടുക്കുന്നത്. L49 പേര കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ തായ്പിങ്ക് പേരയും കൊടുക്കും. 3 പേരകൾ നമ്മൾ 130 രൂപയ്ക്ക് നമ്മൾ ഇതേ 4 അടി വലിപ്പമുള്ള, തീരെ ചെറുതല്ല, 4 അടി വലിപ്പമുള്ള പേര നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ 20 രൂപയിലാണ് നമ്മൾ നമ്മുടെ ഈ സയാഗ്ര, ഈ ഓർണമെൻ്റൽ, ഈ സയാഗ്ര പ്ലാന്റ്, ഈ പാമ്പ് നമ്മൾ കൊടുക്കുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 450 രൂപയുടെ ഓറഞ്ച്. ഈ ഓറഞ്ചിൻ്റെ വലിപ്പം തന്നെ നിങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് ഇവിടെ നമ്മുടെ കാലാവസ്ഥയിൽ നമ്മൾ ഇവിടെ ചെയ്യുന്ന ഓറഞ്ചാണ്. നല്ല സ്വീറ്റാണ്, സ്വീറ്റ് ഓറഞ്ച് തന്നെയാണ് ഇത് പറയുന്നത്. നല്ല ഓറഞ്ചാണ്. നമുക്ക് ഒരുപാട് കളക്ഷൻ നമ്മുടെ കയ്യിൽ ഇത് ഇവിടെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഹെവി സ്റ്റോക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റോക്ക് വരുമ്പോഴും, ഈ നേഴ്സറിയിൽ വരുമ്പോഴും കൃത്യമായിട്ട് അവർ വിളിച്ച് വീഡിയോ തരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴേക്കും ആ സമയത്ത് ഈ നേഴ്സറിയിൽ വരുന്നവർക്ക് ഏറ്റവും നല്ല പ്ലാന്റുകൾ തന്നെ കിട്ടാറുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഓടി വന്നിവിടെ വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ കണ്ടു നോക്കുമ്പോഴേക്കും എല്ലാവർക്കും മനസ്സിലാവും. കാരണം വെറൈറ്റികളും വിലകളും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന് വീഡിയോയിലേക്ക് പോയാലോ? ഹായ്, എൻ്റെ പേര് പ്രദീപ് എന്നാണ്. ഞാൻ ഈ ചാനൽ കാണുന്ന ആളുകൾക്ക്, കുറച്ച് ആളുകൾക്കൊക്കെ എന്നെ അറിയാൻ കഴിയും. ഇനി അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്നുകൂടി പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി മണ്ണുത്തിക്ക് അടുത്താണ്, മാടക്കത്ര എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ഈ നഴ്സറി ഉള്ളത്. അതായത് മണ്ണുത്തി ഹൈവേയിൽ നിന്ന് ഒരു ഏകദേശം 1.5-2 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. അത് നമ്മൾ ഓൾറെഡി ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞ് നമ്മളിത് വിളിച്ചാലോ അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ഇതിലോ കാണാൻ കഴിയും. ലൊക്കേഷൻ ഇട്ട് വരുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കുറച്ച് ഉള്ളിലോട്ട് നീങ്ങിയിട്ടുള്ളതാണ്, 1.5-2 കിലോമീറ്ററേ ഉള്ളൂ ഉള്ളിലോട്ടുള്ളതാണ്. നമ്മുടെ നഴ്സറി ആണ് ഉള്ളത്. ഇവിടെ ഹോൾസെയിലായിട്ടും നമ്മൾ റീറ്റെയിലായിട്ടുമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്ന ആളുകളാണ്. നമ്മൾ വില ഉൾപ്പെടെ എല്ലാ പ്രൊഡക്റ്റിൻ്റെയും നമ്മൾ വില ഉൾപ്പെടെയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. എല്ലാ ഇതും നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇനി ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി നമ്മളോട് പറഞ്ഞ നമ്മുടെ കാറ്റലോഗ് തരം, അതിലും വലുപ്പവും സൈസും അതുപോലെ തന്നെ പ്രൈസോട് കൂടി നമ്മൾ ഉള്ള ഫോട്ടോ അടക്കമുള്ള കാറ്റലോഗ് നമുക്ക് തരാൻ കഴിയും. അത് നോക്കി നിങ്ങൾ അത് ഒന്ന് മനസ്സിലാക്കി, അതുപോലെ ക്വാളിറ്റിയുള്ള പ്ലാന്റുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അതേ ഇത് നോക്കിക്കൊണ്ട് നമ്മുടെ ഇതിലേക്ക് ഒന്ന് സഹകരിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. നമുക്ക് കുറച്ച് വെറൈറ്റികൾ നമുക്ക് ഇവിടെ കണ്ടാലോ? കണ്ടില്ലേ, നമ്മൾ ഡ്രമ്മിലൂടെ സെറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ നഴ്സറിയിൽ വരുന്ന ആളുകൾക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ആ സെലക്ട് ചെയ്ത പ്ലാന്റ് നമുക്ക് നമ്മുടെ വലുപ്പത്തിലുള്ള, നമുക്ക് ആവശ്യപ്പെടുന്ന വലുപ്പത്തിലുള്ള ഡ്രമ്മുകൾ നമ്മൾ നോക്കി സെലക്ട് ചെയ്ത് ഇവിടെ തന്നെ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ നമ്മളത് ഡ്രമ്മിൽ ഇത് മറ്റേ ചെടികളെല്ലാം സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ പുതിയതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ നമുക്ക് മറ്റുള്ള ഒരു ഡ്രമ്മിൽ ഓൾറെഡി സെറ്റ് ചെയ്തിരിക്കുന്നതല്ല, നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ നമുക്കത് ചെയ്ത് നിങ്ങൾക്ക് കയ്യോടെ തന്നെ അത് കൊണ്ടുപോകാവുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ഓരോ പ്ലാന്റിൻ്റെ വലിപ്പം ഒരാളുകൾക്കും എല്ലാവരുടെ കീശയ്ക്ക് അനുസരിച്ചുള്ളതല്ലേ പറ്റുള്ളൂ. അപ്പോൾ അത് ആ പ്ലാന്റിൻ്റെ വലിപ്പം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. അതിൻ്റെ വളർച്ചയും അതിൻ്റെ പ്രായമൊക്കെ നമുക്ക് മനസ്സിലാക്കി നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ആ പ്ലാന്റ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ആ പ്ലാന്റ് വളർന്നു വരുന്ന ആ സാഹചര്യം നോക്കിയിട്ടുള്ള വലുപ്പത്തിലുള്ള ഡ്രമ്മിൽ നിങ്ങൾ പറയുന്ന രീതിയിൽ, ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്ക് ചില പ്രദേശത്തിനനുസരിച്ചുള്ള വളങ്ങളൊക്കെ ചേർക്കേണ്ടി വരും. ഇപ്പം എല്ലായിടത്തും ഒരേപോലെ തന്നെയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ അത് ആ നാടിൻ്റെ അനുസരിച്ചുള്ള പ്രകൃതിക്ക് അനുസരിച്ച് നമുക്ക് വളരുന്നതിന് ആവശ്യമായിട്ടുള്ള വളങ്ങൾ നമുക്കിവിടെ ഉണ്ട്. ആ വളങ്ങൾ ചേർത്തിട്ടുള്ളത് നമുക്ക് ഓൾറെഡി ഡ്രമ്മ് സെറ്റ് ചെയ്ത് ആ ചെടികൾ കയ്യോടെ നമുക്ക് കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കൂടുതൽ ആളുകൾ ഇപ്പോൾ അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് സ്ഥലപരിമിതിയുള്ള ആളുകൾക്കൊക്കെ ഇത്തരം ഡ്രമ്മുകളാണ് നമ്മുടെ ഇതിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്ന ഒരു സംവിധാനം കൂടി നമ്മുടെ നഴ്സറിയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഒരു കസ്റ്റമർ ആവശ്യപ്പെട്ടതാണ്. ഇപ്പോൾ ആൾ വന്ന് ഇവിടെ വന്ന് സെലക്ട് ചെയ്തു. ഇപ്പോൾ നമ്മളതിലൊരു സപ്പോട്ട സെലക്ട് ചെയ്തു. ഇപ്പോൾ ഈ സപ്പോട്ടയൊക്കെ അതിനൊക്കെ 350 രൂപയുള്ളൂ. ഈ സപ്പോട്ടയ്ക്കൊക്കെ 350 രൂപയുടെ സപ്പോട്ട സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് റംബുട്ടാനുണ്ട്, അത് റംബുട്ടാൻ സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ ഒരു മാവ്, ആൾക്ക് ഇഷ്ടപ്പെട്ട മാവ് കാലാപ്പാടി ആയിരുന്നു, അപ്പോൾ ആ കാലാപ്പാടി സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ ബുഷ് ഓറഞ്ച്,
അതുപോലെ ഒരു വിയറ്റ്നാം മേളി പ്ലാവ്. അതിപ്പോൾ ഒരു കസ്റ്റമർക്ക് വേണ്ടി നമ്മൾ ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ആളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ നമ്മളിത് സെറ്റ് ചെയ്തു. ഇപ്പോൾ നാളെ അത് ആൾ വന്ന് ഡയറക്റ്റ് നമുക്ക് ഡെലിവറി സംവിധാനം ഇല്ല, നമുക്ക് ഇവിടെ നിന്ന് അവർ വണ്ടി വന്ന് നമുക്കത് കൊടുത്തയക്കുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആൾ ഇഷ്ടപ്പെട്ട പ്ലാന്റ് തന്നെയാണ് നമ്മളത് ആക്കി നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ പ്ലാവിൻ്റെ വെറൈറ്റികളാണ്. പ്ലാവിൻ്റെ വെറൈറ്റികൾ നമ്മൾ 100 രൂപ മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ വിയറ്റ്നാം മേളിയൊക്കെ ഒരുവിധം ആയ പ്ലാവുകൾ 100 രൂപയാണ്. ഇതിനേക്കാളും കുറച്ചും കൂടി വലുപ്പത്തിലുള്ളതാണ്, അത് 100 രൂപയ്ക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ J33 നമ്മൾ 150 രൂപയ്ക്ക്, അതുപോലെ തന്നെ ഡെൻസൂര്യ റെഡ് കളറിലുള്ള വിയറ്റ്നാമിൻ്റെ ഡെൻസൂര്യ നമുക്ക് 150 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിൻ്റെ വലിയ പ്ലാന്റുകളുണ്ട്, ഒരു 300-400 സൈസിൽ, അത് അപ്പുറത്തെ സൈഡിലുണ്ട്, അത് കാണിച്ചു തരാം. വലിയ പ്ലാന്റുകൾ നമ്മുടെ അവൈലബിൾ ആണ്. ഇതൊക്കെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന പ്ലാവുകൾ തന്നെയാണ്. 100 രൂപയുടെ ധാരാളം ആളുകൾ അത് എടുത്തിട്ട് പോകുന്നുണ്ട്. നമ്മൾ തീരെ ചെറുത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അത് നമ്മൾ കുറച്ചും കൂടെ വലുപ്പത്തിലായി നമുക്കത് ഒരു എന്താ പറഞ്ഞാൽ ബഡ്ഡിങ് കഴിഞ്ഞത് ഇലയൊക്കെ വന്ന് കുറച്ചും കൂടി വലുപ്പത്തിലായത് മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ. തീരെ ചെറുത് നമ്മൾ ആദ്യം കൊടുത്തിരുന്നു, ഇപ്പം നമ്മൾ കൊടുക്കുന്നില്ല. നമ്മൾ 100 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്ത് ഒരുവിധം അത് നമുക്ക് ഒരുവിധം 100% നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. അത് ആ ഇതിലേക്ക് ആയി കഴിഞ്ഞു എന്നുള്ളത് ഉറപ്പിച്ചുകൊണ്ടാണ് ആ റേഞ്ചിലുള്ളത് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വർഷം മുഴുവൻ ചക്ക കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ പ്ലാവ് വെച്ചാൽ മതി. ഈ ഒറ്റ പ്ലാവ് വർഷം മുഴുവൻ നമുക്ക് കിട്ടും. ഇത് നമ്മൾ 100 രൂപയ്ക്കാണ് നമ്മൾ ഈ വിയറ്റ്നാം മേളി സൂപ്പർ എന്ന് പറയുന്ന ഈ പ്ലാവ് നമ്മൾ കൊടുക്കുന്നത്. 100 രൂപയ്ക്കാണ്. ഇതിലും വലിയ പ്ലാവുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഇതിനേക്കാളും വലുത് ചക്കോട് കൂടിയിട്ടുള്ളതുണ്ട്. 350, 700 ആ റേഞ്ചിൽ വലിയതുണ്ട്. പക്ഷേ ഇത് തന്നെ ധാരാളമാണ്, നമുക്ക് 100 രൂപയ്ക്കുണ്ട്. തീരെ ചെറുതായിട്ടുള്ള പ്ലാന്റുകൾ നമ്മൾ ഓൺ പ്രൊഡക്ഷൻ ആയതുകൊണ്ടാണ് കൊടുക്കുന്നത്. തീരെ ചെറിയ പ്ലാന്റുകൾ അപ്പുറത്തുണ്ട്, പക്ഷേ അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതാണ് വില കുറച്ച് നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്ഷനിൽ നമ്മൾ ഉണ്ടാക്കുന്ന സാധനം ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വില കുറച്ച് കൊടുക്കുന്നത്. 100 രൂപയ്ക്ക് നമുക്ക് ഈ വലിപ്പത്തിലുള്ളത്, ഇതിൻ്റെ വലിപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, 100 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ കഴിയും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ വിയറ്റ്നാം മേളിയുടെ പ്ലാവാണ്. ഇതിൽ നോക്കിയാൽ കാണാൻ കഴിയും, നമുക്കൊരു 4-5-6 ചക്ക തന്നെ ഇതിൽ ഓൾറെഡി ഇത്രയും വലിപ്പമായിട്ടുള്ള പ്ലാന്റിൽ തന്നെ നമുക്ക് ഉണ്ടായി കഴിഞ്ഞു. ഇത് നമുക്ക് 350 രൂപയ്ക്കാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇത്തരം വലുപ്പത്തിലുള്ള പ്ലാവുകൾ നമുക്ക് 350 രൂപയ്ക്ക് കൊടുക്കാൻ കഴിയും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വർഷം മുഴുവൻ ചക്ക ഉണ്ടാകുന്ന, സീസണായിട്ട് അല്ലാതെ തന്നെ ചക്ക ഉണ്ടാകുന്ന ഏറ്റവും നന്നായി ഡിമാൻഡുള്ള പ്ലാവാണ് ഇത്. ഇതിനേക്കാളും വലിയ പ്ലാന്റുകളും നമ്മുടെ കയ്യിലുണ്ട്. ഒപ്പം തന്നെ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് തന്നെ ഇപ്പോൾ ഏകദേശം ഇതിപ്പോൾ ഒരു 5 അടിയുടെ അടുത്ത് നമുക്ക് ഓൾറെഡി വന്നു കഴിഞ്ഞു. അതിൽ തന്നെ എൻ്റെ ചക്കട നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്തരം വലിപ്പത്തിലുള്ള പ്ലാവ് നമ്മൾ 350 രൂപയ്ക്കാണ് നമ്മൾ ഇവിടെ കൊടുത്തുകൊണ്ട്. ഇനിയിപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഡ്രമ്മിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. നമുക്ക് ഇവിടെ വന്നിട്ട് ഈ പ്ലാന്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൈയോടെ തന്നെ ഡ്രമ്മിൽ നമുക്ക് ഇവിടെ നിന്ന് ഓൾറെഡി സെറ്റ് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുപോകുന്ന ഒരു സംവിധാനം കൂടി ഇപ്പം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഒരുപാട് ആളുകൾ ചോദിച്ചു വരുന്ന പ്ലാന്റാണ് ചുവന്ന കളറിലുള്ള ചക്ക, ചുവപ്പ് ചക്ക. അതായത് ഡെൻസൂര്യ എന്നാണ് ഇത് പറയുക. നമുക്ക് ഇത് വലിപ്പത്തിലുള്ളത് നമുക്ക് 3ാമത്തെ വർഷം നമുക്ക് റിസൾട്ട് കിട്ടുന്ന നല്ല ഡെൻസൂര്യ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. നമ്മൾ ഇത്തരം ഈ നല്ല ബുഷായിട്ടുള്ള ഇത്രയും നല്ലൊരു പ്ലാന്റിന് നമുക്ക് കൊടുക്കുന്നത് 150 രൂപയ്ക്കാണ്. നമ്മൾ ഏറ്റവും ചെറിയ പ്ലാന്റ് നമ്മൾ ഈ വലിപ്പത്തിലുള്ളത് നമ്മൾ കൊടുക്കുന്നത്. ഇനി ഇതിനേക്കാളും വലുത് നമ്മൾ 400 രൂപയുടെ വലിയ പ്ലാന്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഒപ്പം തന്നെ ഇത് നമുക്ക് ഡ്രമ്മിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്ന സംവിധാനം കൂടി നമുക്ക് ഇവിടെ ചെയ്യുന്നുണ്ട്. ഇത് നല്ല ഡിമാൻഡുകളാണ്, നല്ല മധുരത്തോട് കൂടിയിട്ടുള്ള ചക്കയാണ്. ഇപ്പോൾ ഇത് കുറച്ച് കാലങ്ങളായിട്ടുള്ളൂ നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ളതെങ്കിലും ഇപ്പോൾ നിറയെ ഈ വർഷങ്ങളിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ റെഡ് ഇതുമാതിരി ചുവന്ന ചക്ക പ്രചാരണത്തിലായത്. എല്ലാവരും ഇപ്പോൾ കഴിച്ച് നന്നായി ആളുകൾ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റി പ്ലാന്റാണ് ഇത്. ചുവന്ന ചക്ക ഡെൻസൂര്യ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. 150 രൂപയ്ക്കാണ് നമ്മൾ ഇത്തരത്തിൽ വലിപ്പത്തിലുള്ള പ്ലാന്റ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളെ J33 എന്ന് പറയുന്ന ഒരു മലേഷ്യൻ വെറൈറ്റി പ്ലാവാണ്. ഈ പ്ലാവിൻ്റെ ഇതിപ്പോൾ 400 രൂപ വിലയുള്ള വെറൈറ്റി വലുപ്പമാണുള്ളത്. ഇതിൻ്റെ ചെറിയ പ്ലാന്റുകളും നമ്മുടെ കയ്യിലുണ്ട്. 150 രൂപ മുതലുള്ള പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് 400 രൂപ ഉള്ളതാണ്. ഇത് മലേഷ്യൻ വെറൈറ്റിയാണ്. ഇത് 3 വർഷത്തിലാണ് ഇത് കായ്ക്കുക. 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും മധുരത്തോടും ഏറ്റവും വലുപ്പത്തോടും കൂടിയിട്ടുള്ള ചക്കയാണ്. ഒരു 15-16 കിലോ ഒരു ചക്ക തന്നെ കിട്ടും. അത് സീസണലായിട്ടാണ് ഉണ്ടാവുക. എങ്കിൽ കൂടി ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് വലുപ്പത്തിലും അതുപോലെ തന്നെ മധുരം കൂടുതലുള്ളത് കൊണ്ടും ഏറ്റവും ആളുകൾ ചോദിക്കുന്നതാണ് ഈ J33 എന്ന് പറഞ്ഞ വെറൈറ്റി. ഇത് നമ്മുടെ കയ്യിൽ ധാരാളം സ്റ്റോക്ക് ഉണ്ട്. നമ്മുടെ കയ്യിൽ വലിയ ഒരുവിധം വലുപ്പത്തിലുള്ള പ്ലാന്റാണ്. കുറച്ചും കൂടി നല്ല ക്വാളിറ്റി ഉള്ളതും അതുപോലെ തന്നെ പുറത്തുനിന്ന് വരുന്ന ഒരു വെറൈറ്റി ഒരു പ്ലാവാണിത്. ഇതിൽ നല്ല ഡിമാൻഡ് ഉണ്ട്. ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ ആളുകളൊക്കെ ഇത് നന്നായി വെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ വലുപ്പത്തിൻ്റെയും മധുരത്തിൻ്റെയും അതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഗുണം. ഇതിപ്പോഴേ നമ്മളൊരു 8 അടിയൊക്കെ വലുപ്പം ഉണ്ടാവും. ഈ നമ്മുടെ വിയറ്റ്നാം മേളിയിൽ തന്നെ വലിയ ഡ്രമ്മിലൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡ്രമ്മിലൊക്കെ സെറ്റ് ചെയ്യാവുന്ന രീതിയിലും
ചക്ക ഓൾറെഡി ആയി കഴിഞ്ഞതുമായിട്ടുള്ള വലിയ പ്ലാന്റുകളാണിത്. ഇത് നമ്മൾ ഈ പ്ലാന്റിന് നമ്മൾ 700 രൂപയാണ് നമ്മൾ വില ഇടുന്നത് ഇവിടെ. നമുക്കിപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 8 അടി 7 അടി ഹൈറ്റ് ഏറ്റവും കുറഞ്ഞത് ഉണ്ടാവുന്ന നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റാണ് ഇത്. നമ്മുടെ കയ്യിൽ ധാരാളം സ്റ്റോക്ക് ഉണ്ട്. നമ്മൾ ആദ്യകാലം മുതൽ തന്നെ വിറ്റുകൊണ്ടിരിക്കുന്നതാണ്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് നേരത്തെ പറഞ്ഞ പോലെ 100 രൂപ മുതലുള്ളതുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും വലുത് 700 രൂപയുടെ ഉണ്ട്. ഇനി അതിൻ്റെ പുറകിലായിട്ട് കാണിക്കുന്നത് തന്നെയാണ്, അത് ഒരു 800 രൂപ റേഞ്ചിൽ വരുന്നതാണ്. കുറച്ചും കൂടെ ഇതിനേക്കാളും വലിപ്പം കൂടിയിട്ടുള്ളതും പ്രായം കൂടിയിട്ടുള്ളതുമായിട്ടുള്ള പ്ലാന്റാണ് 800 രൂപയുടെ ഈ വലിപ്പത്തിലുള്ളത്. ഒപ്പം തന്നെ ഒക്കെ നമ്മുടെ കയ്യിൽ ധാരാളം സ്റ്റോക്കായിട്ടുള്ള പ്ലാന്റ് വെറൈറ്റികളാണ്. ഇതിപ്പോൾ നമ്മൾ പേരയുടെ വെറൈറ്റികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പേരയുടെ വെറൈറ്റികൾ 100 രൂപ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് പേരയുടെ നല്ലൊരു വെറൈറ്റിയാണ്, VNR പേര എന്ന് പറയും. നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ വൈറ്റ് കളറായിട്ടുള്ളതും നല്ല ഡിമാൻഡുള്ള ഒരു പേരയാണ് VNR പേര എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ ധാരാളം സ്റ്റോക്ക് ഉണ്ട്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇതൊക്കെ ഈ വലുപ്പത്തിലുള്ളത് ഏകദേശം ഇപ്പോൾ നമ്മുടെ ഇതിൽ നോക്കുമ്പോൾ നമ്മൾ ഒരു 4 അടി 5 അടി വലുപ്പത്തിലുള്ള ഇതാണ്. ഡ്രമ്മിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അത്തരം ഇതായിട്ടുള്ള ഇതിന് നമ്മൾ 130 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. 130 രൂപയ്ക്ക് കൊടുക്കുന്നത്. ഇത്രയും വലിപ്പമുള്ള പേരയുടെ വെറൈറ്റി VNR പേരയാണ്. അതുപോലെ തന്നെ ഇതേ റേറ്റിൽ തന്നെ നമുക്ക് L49 പേര കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ തായ്പിങ്ക് പേരയും കൊടുക്കും. 3 പേരകൾ നമ്മൾ 130 രൂപയ്ക്ക് നമ്മൾ ഇതേ 4 അടി വലിപ്പമുള്ള, തീരെ ചെറുതല്ല, 4 അടി വലിപ്പമുള്ള പേര നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ നല്ല ബുഷിയായിട്ടുള്ളതും നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല പേരയാണ് VNR പേര. അപ്പോൾ അതാണ് നമ്മൾ ധാരാളം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. നമ്മൾ ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇപ്പോഴത്തെ ഇതിൽ നമ്മൾ വിൽക്കുന്നത്. മറ്റുള്ള പേരകളെ അപേക്ഷിച്ച് ക്വാളിറ്റി ഉണ്ട്, റേറ്റിലാണെങ്കിൽ കുറച്ച് കുറവുമുണ്ട്. അതാണ് ഈ പേരയെ കൊണ്ടുള്ള നമുക്കുള്ള ഗുണം. ഇത് പേരയിൽ നമ്മൾ ഈ കളറൊന്ന് ശ്രദ്ധിച്ചറിയാം. ഇത് റെഡ് കളറിലുള്ള റെഡ് ആപ്പിൾ ഗുവ എന്ന് പറയാം. ഇത് നമ്മൾ പുറത്തുനിന്ന് വരുന്ന ഒരു വെറൈറ്റിയാണ്. നമ്മൾ കൽക്കട്ടയിൽ നിന്നൊക്കെ നന്നായി ധാരാളം വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇപ്പം നമ്മുടെ അവിടെ സമൃദ്ധിയായിട്ട് നമ്മുടെ അവിടെ കായ് ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് റെഡ് ആപ്പിൾ ഗുവ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സാധാരണ ഇവിടെ നമ്മുടെ നാട്ടിലുള്ള വയലറ്റ് പേര അല്ല. ഇത് ഒരു പ്രത്യേക വെറൈറ്റിയാണ്. ഇതിൻ്റെ പേര് റെഡ് ആപ്പിൾ ഗുവ എന്നാണ്. ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സമൃദ്ധിയായിട്ട് ഉണ്ടാവുന്നുണ്ട്. നമ്മൾ 150 രൂപയ്ക്കാണ് നമ്മൾ ഈ പുറത്തുനിന്ന് വരുന്ന ഈ പേര നമ്മളിവിടെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല ആളുകൾ നന്നായി വാങ്ങിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ഫാൻസി മോഡൽ കൂടി ആയിട്ടുള്ള ഒരു ഇതുകൊണ്ട് തന്നെ കായ ഉണ്ടാവും ഇഷ്ടംപോലെ. ഈ കളർ അതുപോലെ തന്നെ ഈ പേരയുടെ ഉൾവശവും റെഡാണ്, പുറംവശവും റെഡാണ്. അങ്ങനത്തെ ഒരു വെറൈറ്റി പേരയാണ് 150 രൂപയ്ക്കാണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഒരു വെരിഗേറ്റഡ് പേര എന്ന് പറയും. നമ്മൾ ഇതിൻ്റെ ഒരു ഫാൻസി പോലെയുള്ള ഒരു പേരയാണ്. പക്ഷെ നല്ല മധുരത്തോട് കൂടിയിട്ടുള്ള പേര തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടാവുന്നതാണ്. നമ്മുടെ നാട്ടിൽ തന്നെ പ്രൊഡക്ഷൻ ചെയ്ത് വരുന്ന സാധനം തന്നെയാണ്. 130 രൂപയ്ക്കാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. നമ്മൾ ഏകദേശം ഇതിപ്പോൾ ഒരു വലുപ്പത്തിൽ ഒരു 3 അടി 3.5 അടി വലിപ്പമുള്ള ഇതാണ്. നമ്മുടെ ഒരു ധാരാളം സ്റ്റോക്ക് ഉണ്ട്. ഇതിൻ്റെ പേരയുടെ സ്പെഷ്യൽ ഇതേ നല്ല മധുരമുണ്ട്. ഒപ്പം തന്നെ ഈ പേര ഇതേ വലുപ്പത്തിൽ ഈ ഇലയുടെ അതേ ഡിസൈനിൽ തന്നെയാണ്, അതേപോലെ തന്നെയാണ് ഇതിൻ്റെ കായും വരുന്നത്. 130 രൂപയ്ക്കാണ് നമ്മളിത് ഇവിടെ കൊടുക്കുന്നത്. മാവിൻ്റെ വെറൈറ്റി നമ്മൾ ഗ്രീൻസ് ഗാർഡനിൽ നമ്മൾ കൊടുക്കുന്നത്. ഇത് നമ്മളൊരു ആദ്യം മുതൽ തന്നെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന കാലം തൊട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ബംഗനാപ്പള്ളി മാവ് ഇപ്പോൾ അന്നൊക്കെ 100 രൂപയ്ക്ക് വാങ്ങിച്ചു കൊണ്ടുപോയ ആളുകൾക്കൊക്കെ ഈ വർഷം തന്നെ റിസൾട്ട് കിട്ടി. ഒരുപാട് ആളുകൾ നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ മാവ് നമ്മളിപ്പോഴും നമ്മുടെ കയ്യിൽ ആ വെറൈറ്റി മാവ് നമ്മളിപ്പോഴും 100 രൂപയ്ക്ക് നമ്മളിത് ഈ 5 അടി ഈ വലിപ്പമുള്ള ഈ മാവ് നമ്മൾ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ 100 രൂപയ്ക്കാണ് ഈ ബംഗനാപ്പള്ളി മാവ് നമ്മൾ കൊടുക്കുന്നത്. നല്ല മാമ്പഴമാണ്, നല്ല റിസൾട്ട് ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ സമൃദ്ധിയായിട്ട് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ബംഗനാപ്പള്ളി നമ്മുടെ കയ്യിൽ ഇപ്പോഴും നമ്മുടെ കയ്യിൽ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. നമ്മളിപ്പോഴും അതേ വിലയ്ക്ക് തന്നെയാണ്, 100 രൂപയ്ക്ക് തന്നെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ നമ്മൾ മറ്റുള്ള വെറൈറ്റി മാവുകളൊക്കെ നമ്മൾ 150 രൂപയ്ക്കൊക്കെ നമ്മൾ നീലം, മല്ലിക, അതുപോലെ തന്നെ ഹിമാപസന്ത് എല്ലാം നമ്മൾ 150 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്. ഒപ്പം തന്നെ നമുക്ക് ഇതിനേക്കാളും വലിയ മാവുകൾ നമ്മൾ ഒരുപാട് വിദേശ മാവുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. നാംഡോക്മൈ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ബനാന മാംഗോ ഉണ്ട്. അതിൻ്റെയൊക്കെ വലിയതും ചെറുതും നമ്മുടെ കയ്യിലുണ്ട്. 480 രൂപയ്ക്കാണ് നമ്മൾ പുറത്തുനിന്ന് വരുന്ന ഈ നാംഡോക്മൈ ആയാലും മിയാസാക്കിയും ഒക്കെ നമ്മൾ 480ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അത് നല്ല വലിപ്പമുള്ള 4 അടി ഹൈറ്റുള്ള മാവാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും വലിയ ടൈപ്പ് നമ്മൾ ഒരുപാട് വലിപ്പമുള്ളത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ, പണ്ട് നമ്മുടെ കയ്യിൽ ചെറിയ മാവുകളായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ വലിയ മാവുകൾ എല്ലാം സ്റ്റോക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അത് നമ്മൾ ഒരു 8 അടി 9 അടി ഹൈറ്റുള്ള മാവുകൾ, കാലാപ്പാടി ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ മൾഗോവ, അതുപോലെ നീലൻ, എല്ലാത്തിൻ്റെയും വെറൈറ്റി നമ്മുടെ കയ്യിൽ ഓൾറെഡി ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്.
ഒരു 8 അടി 9 അടി ഹൈറ്റ് ഉള്ളതിന് നമ്മൾ 1000 രൂപയ്ക്കാണ് നമ്മൾ അത്രയും വലുപ്പമുള്ള മാവ്, നല്ല കടവണ്ണുള്ള മാവ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അത്രയും വലുപ്പമുള്ളത് നമ്മൾ 1000 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് 8 അടി ഹൈറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നല്ല ബുഷി ആയിട്ടുള്ളത് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബനാന മാംഗോൻ്റെ, അതുപോലെ ഈ വെറൈറ്റി ബനാന മാംഗോ ആണ്. അതിപ്പോൾ ഒരു 8-10 അടിയുടെ അടുത്തുണ്ട്. അതിൻ്റെ കടവണ്ണം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇതൊക്കെ നമ്മൾ 1000 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് നമ്മുടെ ഈ നഴ്സറിക്ക് പുറമെ നമ്മുടെ തൊട്ടടുത്ത് ഉള്ള നഴ്സറിയിൽ വീണ്ടും നമ്മൾ അവിടെ ഒരുപാട് ഇത് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ റേഞ്ചിൽ നമുക്ക് കൊടുക്കാൻ ഇപ്പം ഇത് കഴിയും. 1000 രൂപയ്ക്ക് നമ്മൾ ഇത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശ മാവുകളും നമ്മുടെ കയ്യിൽ ഓൾറെഡി ധാരാളം സ്റ്റോക്ക് ഉണ്ട്. പിന്നെ അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ 100 രൂപ മുതലുള്ള മറ്റേ മാവ് ബംഗനാപ്പള്ളി 100 രൂപയുടെ സ്റ്റാർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ തായ്ലാൻഡ് ഓൾ സീസണൊക്കെ നമ്മൾ 150 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അതിൻ്റെയൊക്കെ ചെറിയ തൈകളും ഒപ്പം തന്നെ വലിയ തൈകളും നമ്മുടെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്. സീതാപ്പഴം നമ്മുടെ കയ്യിൽ ഇതൊരു 3 അടി 4 അടി വലിപ്പമുള്ളതാണ്. നമ്മുടെ കയ്യിൽ റെഡും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള ഗ്രീനും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. നമ്മൾ രണ്ടിനും ഒരേ വില തന്നെയാണ്. 150 രൂപയ്ക്കാണ് നമ്മൾ സീതപ്പഴം കൊടുക്കുന്നത്. അതിൻ്റെ ഒരുപാട് സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട്. ഇതൊക്കെ ഇത് ഗ്രീൻ വെറൈറ്റിയാണ്. ഇപ്പുറത്തെ സൈഡിലിരിക്കുന്നതാണ് റെഡ് വെറൈറ്റി ഇരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ധാരാളം സ്റ്റോക്ക്. ഇത് 150 രൂപയ്ക്കാണ്, 150ക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് സ്വീറ്റ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടാണ്. ചതുരപ്പുളി എന്ന് പറയും നമ്മൾ. സ്റ്റാർ ഫ്രൂട്ടാണിത്, സ്വീറ്റ് ആയിട്ടുള്ളത്. ഇതിപ്പോൾ ഏകദേശം കായ പൂത്തു ഇതായിട്ടുള്ളതാണ്. നമ്മളിത് ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 4 അടി ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട്. ഇതൊക്കെ നമ്മൾ 140 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 140 നമ്മുടെ റേറ്റ്. ഇത് നമ്മൾ കൊടുക്കുന്നത് 140 രൂപയ്ക്കാണ്. ഇത് നമ്മൾ ബോഗൺവില്ല ഉണ്ട്. നമ്മളിപ്പോൾ ഒരേ വലുപ്പത്തിലുള്ളത് തന്നെയാണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മളിതിൽ എല്ലാ കളറുകളും ഉണ്ട്. അത്യാവശ്യം ഒരുവിധം എല്ലാ കളറുകളുണ്ട്. നമ്മൾ ഇത്രയും വലുപ്പത്തിലുള്ള ചട്ടിയിൽ നമ്മൾ കൊടുക്കുന്നത് 90 രൂപയ്ക്കാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഒറ്റ വലുപ്പത്തിലുള്ളത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. തീരെ ചെറുതുമില്ല വലുതുമില്ല, ഒരു മീഡിയം വലുപ്പത്തിലുള്ളത് നമ്മൾ 90 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഫ്ലവറിലെ ഐറ്റംസിൽ നമ്മൾ യെസ്റ്റർഡേ ടുഡേ ടുമാറോ എന്ന് പറയുന്ന ഒരു സ്മെല്ലുള്ള നല്ല കളർ ചേഞ്ച് ആവുന്നത്, ഓരോ ദിവസം തോറും കളർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഫ്ലവറിൻ്റെ വെറൈറ്റി നമ്മൾ പ്രൊഡക്ഷൻ തന്നെയാണ് നമ്മൾ ചെയ്യുന്നതാണ്. ഇതൊക്കെ നമ്മൾ 50 രൂപയ്ക്കാണ് നമ്മൾ ഈ കവർ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചെത്തിയുടെ വെറൈറ്റികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ചെത്തിയൊക്കെ ഇതൊക്കെ 40 രൂപയ്ക്ക് നമ്മൾ ഫ്ലവറോട് കൂടിയിട്ടുള്ളത് ചെത്തികൾ 2 വെറൈറ്റികളുണ്ട്. നമ്മൾ 2-3 വെറൈറ്റികളുണ്ട്. ഇത് നമ്മൾ ചെയ്യുന്നത് 40 രൂപയ്ക്കാണ് കവറിൽ നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ നമ്മുടെ കുറച്ചും കൂടി വലിയ പ്ലാന്റാണ്, പൂവോട് കൂടി ഉണ്ടാകുന്നത് തന്നെയാണ്. നമ്മൾ മരമുല്ല, മൊറായി എന്ന് പറയുന്ന മരമുല്ല, വളരെ ചെറിയ ഫ്ലവറോട് കൂടിയിട്ട് വലിയ നല്ല ഫ്രണ്ടിൽ വീടിൻ്റെയൊക്കെ ഫ്രണ്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള വലിയ പ്ലാന്റാണിത്. ഇത് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റാണ്. ഇത് നല്ല മണം ഉണ്ടാവും. അതുപോലെ തന്നെ ചെറിയ പൂക്കളുമാണ്. ഇത് വലിയ ഇതിനൊക്കെ നമ്മൾ 250 രൂപയാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. ഇത് കുറച്ചും കൂടെ ബുഷിയായിട്ടുള്ള പ്ലാന്റാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. നല്ല സ്മെല്ലോട് കൂടിയിട്ടുള്ള ഫ്ലവർ ഉണ്ടാവുന്നത് തന്നെയാണ്. അത് നമ്മൾ 250 രൂപയ്ക്കാണ് ഇത്രയും വലുപ്പത്തിലുള്ള നമ്മുടെ ധാരാളം സ്റ്റോക്ക് ഉണ്ട്. നമ്മുടെ 250 രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത്. ലോങ്ങൻ്റെ വെറൈറ്റിയാണ്. നമ്മുടെ ലോങ്ങൻ നമ്മൾ ചെയ്യുന്നത് ഡയമണ്ട് റിവറാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ലെയർ ചെയ്തിട്ടുള്ള പ്ലാന്റാണ്. ഇത് നമ്മൾ ഏകദേശം നമ്മളിപ്പോൾ ഒരു 5 അടി വലുപ്പമുള്ളതാണ്. നമ്മുടെ ധാരാളം സ്റ്റോക്ക് ഉണ്ട്. ഇത് നമ്മൾ 300 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ലോങ്ങൻ്റെ വെറൈറ്റി നമ്മൾ 300 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഇത് നമ്മൾ ബുഷ് ഓറഞ്ചാണ്. നിറയെ കായോട് കൂടിയിട്ടുള്ളതാണ്. ബുഷ് ഓറഞ്ച് അറിയാം എല്ലാവർക്കും. നമ്മൾ 100 രൂപയ്ക്കാണ് നമ്മൾ ബുഷ് ഓറഞ്ചിൻ്റെ കായോട് കൂടിയിട്ടുള്ള വെറൈറ്റി തന്നെയാണ്. 100 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ അത് നമ്മുടെ കുടംപുളിയാണ്. കുടംപുളി ഗ്രാഫ്റ്റ് ചെയ്ത കുടംപുളിയാണ്. അതൊരു നല്ല വലുപ്പത്തിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. 150 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ തൊട്ടടുത്ത് നമുക്ക് കാണിക്കുന്നത് ഇത് നമ്മുടെ ചൈനീസ് മുസമ്പിയാണ്. കുറച്ചും കൂടെ ഫാൻസിയോട് കൂടിയിട്ടുള്ള ഒരു മുസമ്പിയാണ് ചൈനീസ് മുസമ്പി. നിറയെ കായ ഉണ്ടാവുന്നത് തന്നെയാണ്. അത് നമ്മൾ 150 രൂപയ്ക്കാണ് ബഡ് ചെയ്തിട്ടുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മൾ അരളിയുടെ ഒരു വെറൈറ്റിയാണ്. നമ്മളിത് ചട്ടിയോട് കൂടിയിട്ടുള്ളത് നല്ല ബുഷിയായിട്ടുള്ള നമ്മൾ ചട്ടിയോട് കൂടിയിട്ടുള്ള ഇങ്ങനത്തെ ഇത് കൊടുക്കുന്നത് നമ്മൾ 150 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ചട്ടിയോട് കൂടിയിട്ടുള്ള വെറൈറ്റി നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ അരളിയുടെ തന്നെ ഇതിൻ്റെ തന്നെ വേറൊരു ടൈപ്പാണ്. ഇത് നമ്മൾ കവറിൽ കൊടുക്കുന്നത് 50 രൂപയ്ക്കാണ് ഈ അരളിയെ നമ്മൾ കൊടുക്കുന്നത്. 50 രൂപയ്ക്കാണ് നമ്മൾ ഈ ഇത്തരത്തിലുള്ള ഓർണമെൻ്റൽ പ്ലാന്റ്സ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഇപ്പുറത്ത് ഉള്ളത് നമ്മൾ യുജീനിയയുടെ വെറൈറ്റി ഉണ്ട്.
നെല്ലിയുടെ നമ്മൾ റെഡ് നെല്ലിയാണ്, ഒരു ആയുർവേദിക് ആയിട്ടുള്ള കുറച്ചും കൂടെ ഇതാണ്. നമ്മൾ 300 രൂപയാണ് ഇതിൻ്റെ വില. ഇതിൽ നമ്മൾ നെല്ലിക്ക റെഡ് കളറിലാണ് വരിക, കുറച്ചും കൂടി ആയുർവേദിക് ആയിട്ടുള്ള നെല്ലിക്കയാണത്. 300 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അതുപോലെ അതിൻ്റെ അപ്പുറത്ത് നമ്മൾ കൊടുക്കുന്നത് സപ്പോട്ടയുടെ നമ്മൾ 150 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് അതിൻ്റെ ഏറ്റവും വലിയ വെറൈറ്റിയാണ്. ഇതിപ്പോൾ ഇതാണ് നമ്മുടെ ഒരുവിധം വലുപ്പമുള്ളത്. ഇത് 350 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് ഏകദേശം ഒരു 7 അടിയൊക്കെ ഹൈറ്റ് വരുന്ന നല്ല ബുഷിയായിട്ടുള്ളത്, ധാരാളം കായ ഉണ്ടാവുന്ന സപ്പോട്ട നമ്മൾ 350 രൂപയ്ക്കാണ് ഇത്രയും വലുപ്പമുള്ളത് നമ്മൾ കൊടുക്കുന്നത്. ഒപ്പം തന്നെ 150 രൂപയുടെ അപ്പുറത്തെ സൈഡിൽ കാണാം ചെറിയ പ്ലാന്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ബനാന സപ്പോട്ട നമ്മൾ 250 രൂപയ്ക്കാണ് ബനാന സപ്പോട്ട നമ്മൾ ചെറുത് കൊടുക്കുന്നത്. വലുത് 700 രൂപയുടെ വലിയ പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അതൊക്കെ ഏകദേശം ഈ വലുപ്പം തന്നെ വരും. ബനാന സപ്പോട്ടയാണ് ഇപ്പോൾ കുറച്ചും കൂടെ ആളുകൾ ചോദിക്കുന്നത്. ഇതിപ്പോൾ എല്ലായിടത്തും കോമൺ ആയിട്ടുള്ള ഒരു സപ്പോട്ട ആയതുകൊണ്ട് ചിലവുണ്ട് എന്നാൽ കൂടി ബനാന സപ്പോട്ട കുറച്ചും കൂടി മധുരം കൂടുതലുള്ളതാണ്, കുറച്ചും കൂടെ നീളം കൂടുതലുള്ള ടൈപ്പാണ്. അതിപ്പോൾ ധാരാളം ആളുകൾ അത് വാങ്ങിക്കുന്നുണ്ട്. അതിൻ്റെ ചെറിയ പ്ലാന്റിന് 250 രൂപയും വലിയ പ്ലാന്റിന് നമ്മൾ 700 രൂപയുടെയും പ്ലാന്റാണ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഇപ്പോൾ സ്റ്റോക്ക് നമ്മുടെ കയ്യിലുള്ളത്. ഇത് അബിയു പ്ലാന്റിൻ്റെ വലിയ പ്ലാന്റാണ് നമ്മളിത് കാണിക്കുന്നത്. നമ്മുടെ കയ്യിൽ അബിയുവിൻ്റെ തീരെ ചെറിയ പ്ലാന്റ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല, നമ്മൾ അത് ചെയ്യുന്നില്ല. നമ്മൾ ജെയിൻ്റെ അബിയു ആണ് കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത്. ജെയിൻ്റെ അബിയുവിൻ്റെ നമ്മളൊരു 5 അടിയൊക്കെ ഹൈറ്റ് ഉള്ളതിന് നമ്മൾ 350 രൂപ വരുന്നുണ്ട്. ഇത് അതിനേക്കാളും കുറച്ചും കൂടെ വലുതാണ്. ഇതൊക്കെ ഒരു 1200 രൂപ വരുന്ന പ്ലാന്റാണ്. 1200 രൂപ വരും. ഇത് ഏകദേശം നമ്മുടെ കയ്യിലുള്ളത്. ഇതിപ്പോൾ ഓൾറെഡി പെട്ടെന്ന് ഈ സീസണിൽ തന്നെ കായാവുന്ന ടൈപ്പുള്ളതാണ്. 1200 രൂപ വരുന്നത്. പിന്നെ 5 അടി വലുപ്പമുള്ളത് നമുക്ക് 350 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഇനി ഇതേപോലെ തന്നെ നമ്മുടെ റംബുട്ടാൻ്റെ വെറൈറ്റികൾ നമ്മുടെ കയ്യിലുണ്ട്. ഈ വലിപ്പമുള്ള റംബുട്ടാനൊക്കെ നമ്മൾ 1000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ തീരെ ചെറിയ റംബുട്ടാൻ നമ്മൾ 240 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത്. N80യുടെ വെറൈറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഒരു 3-4 വെറൈറ്റികൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇത്രയും വലിപ്പമുള്ളതിനൊക്കെ നമ്മൾ 1000 രൂപയ്ക്കാണ് N80 നമ്മൾ കൊടുക്കുന്നത്. ഇതിൻ്റെയൊക്കെ ധാരാളം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് നന്നായി ഉള്ളതാണ്. ഇത് നമ്മുടെ അത്തിയുടെ പ്ലാന്റാണ്. അത്തിയുടെ നമ്മുടെ ഇസ്രായേൽ അത്തിയാണ് നമ്മൾ ബഡ് ചെയ്തിട്ടുള്ള പ്ലാന്റ് നമ്മൾ 150 രൂപയ്ക്കാണ് നമ്മൾ അത്തിയുടെ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് മാംഗോസ്റ്റിൻ്റെ നമ്മൾ ഏറ്റവും ചെറിയ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഏറ്റവും ചെറിയ പ്ലാന്റ് 150 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 150 രൂപയ്ക്ക് ഇത് നമ്മൾ ധാരാളം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ഒപ്പം തന്നെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഇതിനേക്കാളും വലിയ പ്ലാന്റുകൾ നമ്മൾ 300 രൂപയുടെ പ്ലാന്റ് ഇതാണ്. ഇത്തരം വലുപ്പമുള്ളതാണ് 300 രൂപയുടെ പ്ലാന്റ്. അതിന് പുറമെ തന്നെ 300 രൂപയുടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് വലുപ്പത്തിലുള്ളത് ഏകദേശം ഇപ്പോൾ ഒരു 4 അടി 5 അടി ഹൈറ്റുള്ള പ്ലാന്റ് നമ്മൾ 750 രൂപയ്ക്കാണ് നമ്മുടെ കയ്യിൽ മാംഗോസ്റ്റിൻ നമ്മൾ കൊടുക്കുന്നത്. ഇത് മാംഗോസ്റ്റിന് ഒരു 5 വർഷം 6 വർഷമൊക്കെ നമുക്ക് വരും. നമുക്കത് റിസൾട്ടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 5-6 വർഷം എടുക്കും. പക്ഷേ എന്നാലും അതൊരു ഏറ്റവും നല്ല ഒരു വർത്തായിട്ടുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ഇഷ്ടം പോലെ ഇപ്പോഴും അതിന് ഡിമാൻഡ് ഉണ്ട്. അതിൻ്റെ ഈ 3 വലുപ്പത്തിലുള്ളതാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ റെഡി സ്റ്റോക്കായിട്ട് നമ്മുടെ കയ്യിലുള്ളത്. അതുപോലെ നേരത്തെ കാണിച്ച ലോങ്ങൻ്റെ ഇതാണ് ഇപ്പുറത്തിരിക്കുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 350 രൂപയുടെ അബിയു. ഇതിപ്പോൾ കണ്ട ഏകദേശം ഒരു 5 അടി വലുപ്പമുള്ളതാണ്. ധാരാളം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. 350 രൂപയുടെ അബിയു നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. നമ്മൾ ഫിനിക്സ് എന്ന് പറയുന്ന നമ്മൾ ഓർണമെൻ്റൽ പ്ലാന്റിൻ്റെ ഒരുപാട് കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ പുറത്തുനിന്ന് വരുന്ന ഒരുപാട് കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഇത് ഓർണമെൻ്റൽ പ്ലാന്റ്സിലൊരു ഫിനിക്സ് എന്ന് പറയുന്ന ഒരു പാമ്പാണ്. ഇതൊക്കെ നമ്മൾ 200 രൂപയാണ് ഏകദേശം ഇത്രയും പ്ലാന്റുകൾക്ക് ഇതിന് വരുന്നത്. 200 രൂപയുടെ പ്ലാന്റുകളാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ഒരുപാട് നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ വലുപ്പത്തിൽ കാണുന്നത് നമ്മുടെ ടെർമിനേലിയാണ്. ടെർമിനേലിയൊക്കെ നമ്മൾ ഗ്രീൻ ടെർമിനേലിയൊക്കെ നമ്മളിപ്പോൾ ഒരു 15 അടി 16 അടി വലുപ്പമുണ്ട്. അത് നമ്മൾ 1500 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട്. വൈറ്റിന് റേറ്റ് കൂടുതലാണ്. ഇത് ഗ്രീന് നമ്മൾ 1500 രൂപയ്ക്ക് ഇത്രയും വലുപ്പമുള്ളത് ഒരു 15 അടി വലുപ്പമുള്ള ഇത് നമ്മൾ 1500 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഒരു യെല്ലോ പാം നമ്മുടെ കയ്യിൽ ഉണ്ട്. മിർച്ചി മേരി ഗോൾഡ് എന്ന് പറയുന്ന യെല്ലോ പാമാണ്. ഇത് 1000 രൂപ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 1000-ൻ്റെ ഉണ്ട്, 2000-ൻ്റെ ഉണ്ട്. ഇതൊക്കെ ഒരു വളരെ എന്താ പറയുന്നത് നല്ല അട്രാക്റ്റീവായിട്ടുള്ള യെല്ലോ കളറിൽ നല്ല വെയിലത്തൊക്കെ നല്ല തിളക്കത്തോടു കൂടി നിൽക്കുന്ന ഇതാണ്.
ഇതൊക്കെ 1000 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 1000 ഇതിനൊക്കെ ഇത്രയും വലിപ്പമുള്ളതിനൊക്കെ വരുമ്പോൾ 2000 രൂപ ഏകദേശം നമുക്ക് വില വരുന്ന ഐറ്റമാണ്. നമ്മുടെ ഫോക്സ് സ്റ്റൈലാണ്. ഫോക്സ് സ്റ്റൈൽ നമ്മുടെ കയ്യിൽ 3 വലിപ്പത്തിലുള്ളത് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ഏറ്റവും ചെറിയ ഫോക്സ് സ്റ്റൈൽ ഇതാണ്. ഏറ്റവും ചെറുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഏകദേശം ഒരു 8 അടി 9 അടിയൊക്കെ ഹൈറ്റ് ഉള്ളതാണ്. നമ്മളിത് 400 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 400 രൂപ അല്ലേ? 400 രൂപയ്ക്കാണ് നമ്മൾ ഇത്രയും വലിപ്പമുള്ളത് കൊടുക്കുന്നത്. ഇനി ഇതിനേക്കാളും വലുത് നമ്മുടെ കയ്യിലുണ്ട്. വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ആകുമ്പോൾ ഒരു 600 രൂപ റേഞ്ച് വരും. അതും ഒരു 10-12 അടി വരും. പിന്നെ അതിനേക്കാളും ഏറ്റവും വലുത് നമ്മൾ ആ അപ്പുറത്തെ സൈഡിൽ നമുക്ക് കാണിക്കാൻ കഴിയും. അതൊരു 1200 രൂപയ്ക്കൊക്കെ നമുക്ക് ഏറ്റവും വലുത് ഒരു 15-18 അടി വലിപ്പമുള്ളത് നമുക്ക് കൊടുക്കാൻ കഴിയും. നമ്മുടെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്. നമ്മളിതൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഐറ്റമാണ്. ഈ ഫോക്സ് സ്റ്റൈലും അതുപോലെ നേരത്തെ പറഞ്ഞ മിർച്ചി മേരിഗോൾഡ് ആയാലും അതുപോലെയുള്ള ടെർമനേലിയൊക്കെ നമ്മൾ ഡയറക്റ്റ് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന് നമ്മളിവിടെ വിൽക്കുന്ന ഐറ്റംസാണ്. നമ്മുടെ നാട്ടിൽ അധികം ഇതില്ല. അതിൻ്റെ സ്ലോ ഗ്രോത്ത് ഉള്ള കാരണം കൊണ്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ പ്രൊഡക്ഷൻ കോസ്റ്റൊക്കെ കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമ്മളത് പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ്. നമുക്കിത് എല്ലാ മാസങ്ങളിലും നമുക്ക് പുറത്തുനിന്ന് ലോഡ് വരുന്നുണ്ട്. അത് നമ്മൾ ഇതിനനുസരിച്ച് ഓരോ സ്റ്റോക്ക് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ കയറ്റിക്കൊണ്ടിരിക്കും. നമുക്ക് ഇതിന് പുറമെ പുറത്തുള്ളൊരു ഔട്ട്ലെറ്റ് ഉണ്ട്. നമ്മളിവിടെ കുറച്ച് സ്ഥലപരിമിതി കുറവാണ്. അത് വന്നിട്ടുള്ള ആളുകൾക്ക് അറിയാം കുറച്ച് സ്ഥലപരിമിതി. പക്ഷെ നമുക്ക് എല്ലാ ഐറ്റംസുകളുടെയും സ്റ്റോക്ക് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. എണ്ണത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ കുറവായിരിക്കും. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിന്ന് പോയി നമ്മൾ അവിടെ നിന്ന് എടുക്കുകയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ എല്ലാത്തിൻ്റെയും നമ്മൾ സാമ്പിൾ സ്റ്റോക്കുകൾ നമ്മളിവിടെ ഈ ചെറിയ സ്പേസിനുള്ളിൽ നമ്മൾ എത്തുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് വിലയിൽ പരമാവധി ക്വാളിറ്റിയുള്ള ഇത് നമ്മൾ വിലയിൽ പരമാവധി കോംപ്രമൈസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും ആളുകൾ ഇപ്പോൾ നിങ്ങൾ ഒരുപാട് ആളുകൾ നമ്മൾ സപ്പോർട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇതുവരെ നിന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള വളർച്ച നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് സ്റ്റോക്കുകൾ പുതിയത് കൊണ്ടുവരാനൊക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഒരുപാട് സ്റ്റോക്ക് ഇപ്പോൾ പുതിയതും വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ പെട്ടത് തന്നെയാണ് ഈ ഫോക്സ് സ്റ്റൈല്. തെങ്ങിൻ തൈയും നമ്മൾ ധാരാളം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്നതിന് വെച്ചിട്ട് നാടൻ തെങ്ങൊക്കെ നമ്മൾ ഒരു 100 രൂപ 120 രൂപയ്ക്കൊക്കെ നമ്മൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നാടൻ വെറൈറ്റികളുണ്ട്. ഒപ്പം തന്നെ നമുക്ക് പുറത്തുനിന്നുള്ള നമ്മളെ വെറൈറ്റി മലേഷ്യൻ കുള്ളനായാലും ഗംഗാ ബോണ്ടൊക്കെ നമ്മൾ 250 രൂപയ്ക്കാണ് നമ്മൾ ഗംഗാ ബോണ്ടൻ്റെ ഒക്കെ നമ്മൾ തൈകൾ കൊടുക്കുന്നത്. അതിൽ കുറച്ചും കൂടി വില കൂടി നിൽക്കുന്നത് DN2D ആണ്. DN2D നമ്മൾ 300 രൂപയ്ക്കാണ് ഇപ്പം നമ്മൾ DN2D നമ്മൾ കൊടുക്കുന്നത്. അത് പ്രത്യേകിച്ച് ഇപ്പോഴാണ് അതിന് കുറച്ച് വില ഈ നാളികേരത്തിനൊക്കെ വില കൂടിയപ്പോഴും അതുപോലെ തന്നെ ആളുകൾ തെങ്ങ് കൂടുതൽ വെക്കാൻ തുടങ്ങിയപ്പോഴും ഓട്ടോമാറ്റിക്കലി അതിനനുസരിച്ച് വില കൂടിയപ്പോഴാണ് ഈ റേഞ്ചിലേക്ക് എത്തിയത്. അല്ലെങ്കിൽ അതിലും താഴെയൊക്കെ ആയിട്ട് നമ്മൾ കൊടുത്തിരുന്നതാണ്. ഇപ്പോൾ എന്നാലും നമ്മൾ ഇതൊക്കെ 100-120 രൂപ ആ റേഞ്ചിൽ നാടൻ കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾ DN2D ഒക്കെ നമ്മൾ 300 രൂപയ്ക്കാണ് നമ്മൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ധാരാളം സ്റ്റോക്ക് ഉണ്ട്. ഇനിയിപ്പോൾ തെങ്ങ് വെക്കാൻ പറ്റാവുന്ന ഒരു സമയം കൂടിയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ധാരാളം എപ്പോഴും നമ്മുടെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അത് ഗംഗാ ബോണ്ടൊക്കെ നമ്മൾ 250 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. മലേഷ്യൻ കുള്ളനൊക്കെ 250 രൂപയാണ് നമ്മുടെ റേറ്റ്. DN2D നമ്മൾ 300 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇത് നമ്മുടെ ക്രിസ്മസ് ട്രീ എന്ന് പറയുന്ന മറ്റേ അർക്കേരിയാണ്. നമ്മൾ 160 രൂപയ്ക്കാണ് ഈ വലിപ്പത്തിലുള്ള നമ്മുടെ ഇത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒരു ഫാൻസി ആയിട്ട് കുറച്ചും കൂടി വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇപ്പോൾ ആളുകൾ ചെയ്യുന്നതാണ്. ഇതൊക്കെ നമ്മൾ 160 രൂപയ്ക്കാണ് നമ്മൾ അർക്കേരിയ കൊടുക്കുന്നത്. ഇത് പിന്നെ നമ്മുടെ ഇതിൽ ഏറ്റവും വില കൂടിയ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഗോൾഡൻ ബാമ്പു ആണ്. ഗോൾഡൻ ബാമ്പു നമ്മളിപ്പോൾ ഇത് ഏകദേശം ഈ വലിപ്പത്തിലുള്ള നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റാണ്. നമ്മൾ 850 രൂപയാണ് ഗോൾഡൻ ബാമ്പുവിന് നമ്മൾ ഈ വലിപ്പത്തിലുള്ളത് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു 6-7 സ്റ്റമ്മൊക്കെ നമ്മൾ ഒരു ഇതിൽ കിട്ടുന്ന ഒരു 6-7 സ്റ്റമ്മൊക്കെ കിട്ടും. അത്തരം ഇതായിട്ടുള്ളതാണ്. ഏകദേശം ഒരു 10 അടിയൊക്കെ വലിപ്പമുള്ളതാണ്. നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട്. ഇത് ഓൾറെഡി ശരിക്കും ഇതിന് വില പ്രൈസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിൽ 850 രൂപയ്ക്ക് നമ്മൾ ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. റോസുകളുടെ ഇപ്പോൾ നമ്മൾ നല്ലൊരു കളക്ഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫ്ലവറിൻ്റെ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ റോസിൻ്റെ നല്ല കളക്ഷൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ചട്ടിയിലുള്ള ഇത്തരം റോസുകളാണ്. തീരെ ചെറിയത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമ്മൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചട്ടിയിലുള്ള ഒരു ഇതാണ്. നമ്മൾ 60 രൂപയാണ് നമ്മൾ ഇത്തരം വലുപ്പത്തിലുള്ള ഈ ചട്ടിയിലുള്ള ഈ റോസ് നമ്മൾ കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു 6-7 കളറുകൾ നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. പിന്നെ ഇതിനേക്കാളും വലിയ ചട്ടികളുണ്ട്. ഇതിന് ഏറ്റവും നമ്മൾ ഇത് കൊടുക്കുന്നത് കോമൺ ആയിട്ട് കൊടുക്കുന്നത് 60 രൂപയ്ക്കാണ് നമ്മൾ ഇത്തരം വലിപ്പത്തിലുള്ള റോസ് നമ്മുടെ കയ്യിൽ കൊടുക്കുന്നത്. ഇതിൻ്റെ ധാരാളം നമ്മുടെ കയ്യിൽ ഇതിൻ്റെ കളറുകൾ നമ്മൾ ഓൾറെഡി സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട്. നമ്മളിതിൻ്റെ ഒരുപാട് കളറുകൾ നേരത്തെ പറഞ്ഞല്ലോ. അത് പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ കോമൺ ആയിട്ട് നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന റോസാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇവിടെ ഓൾറെഡി നമ്മൾ ചെയ്യുന്നതാണ്. ഇത് പുറത്തുനിന്ന് വരുന്ന ഐറ്റം അല്ല. ഇത് നമ്മുടെ ഇതിൽ വെച്ചിട്ട് ഇത് ഈ വീണ്ടും ഫ്ലവർ ഉണ്ടാവുന്ന ടൈപ്പാണ് ഇതിപ്പോൾ നമ്മൾ കണ്ടറിയാം. ഇതൊരു നാടൻ റോസിൻ്റെ ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്.
ഇതൊക്കെ നമ്മൾ 60 രൂപയ്ക്കാണ് നമ്മളിത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 60 രൂപ. 60 രൂപയ്ക്ക്. ഇതിൻ്റെ ഒരുപാട് കളറുകളുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഇവിടത്തിൽ കാണാൻ കഴിയും. ഇതിൻ്റെ പല വെറൈറ്റികളും കാണാൻ നമ്മുടെ നാടൻ വെറൈറ്റികളിലാണ്. അതിൽ കുറച്ചും കൂടെ നമ്മുടെ അവിടെ പ്രൊഡക്ഷൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് കുറച്ചും കൂടി നമുക്ക് ലൈഫ് കിട്ടുന്ന ടൈപ്പ് റോസാണ്, നാടൻ റോസാണ്. 60 രൂപയ്ക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ റോസിൻ്റെ ഒരുപാട് കളക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഗ്രീൻസ് ഗാർഡനിൽ നമ്മൾ റോസിന് 60 രൂപയ്ക്കാണ് നമ്മൾ ചട്ടിയോട് കൂടിയിട്ടുള്ള റോസ് നമ്മൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കോടിയ എന്ന് പറഞ്ഞ ഒരു പ്ലാന്റാണ്. ഇതിപ്പോൾ ഈ സിൽവർ കളറോട് കൂടിയിട്ടുള്ള വളരെ ഭംഗിയായിട്ട് നമുക്ക് വീടുകളിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു ടൈപ്പ് ഓർണമെൻ്റൽ പ്ലാന്റാണ്. ഇതിൽ പിങ്ക് കളറിലുള്ള ഫ്ലവറും ഉണ്ടാവും. അത് നല്ല രീതിയിൽ നമുക്ക് ഇതിൻ്റെ നന്നായി സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ 250 രൂപയാണ് ഈ വലിയ കവറിലുള്ളത്. 13 സൈസ് കവറിലുള്ളതാണ്. 250 രൂപയ്ക്കാണ് നമ്മൾ ഈ നിക്കോഡിയ എന്ന് പറയുന്ന ഈ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത്. ഇത് ഒരുപാട് ആളുകൾ ചോദിച്ച് ഒരുപാട് ആളുകൾക്ക് ചില സമയത്ത് കിട്ടാത്തൊരു പ്ലാന്റാണ്. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഓൾറെഡി ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. നമ്മൾ 250 രൂപയ്ക്കാണ് ഇത് ഏറ്റവും വലിയ സൈസിലുള്ള ഇത് നമ്മൾ കൊടുക്കുന്നത്. ഇതൊരു ചെറിയ ഫ്ലവറും ഉണ്ടാവും. അതിൽ നേരത്തെ ശ്രദ്ധിച്ച് കാണാം, അതിലൊരു ഫ്ലവറും ആ സീസണലായിട്ടുള്ള ഫ്ലവറും വരും. ഒരു പിങ്ക് കളറുള്ള ഫ്ലവറും ഉണ്ട്. നല്ല ഒരു പ്ലാന്റാണ് നിക്കോഡിയ എന്ന് പറഞ്ഞാൽ. ശരിക്കും ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് തന്നെയാണത്. അത് 250 രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബാമ്പുകളുടെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. നമ്മളിൽ നേരത്തെ പറഞ്ഞ ഗോൾഡൻ ബാമ്പു ഏറ്റവും വില കൂടിയതാണെങ്കിൽ ഏറ്റവും ചെറിയ വിലയിലുള്ള തൊട്ട് നമ്മുടെ കയ്യിലുണ്ട്. ഇത് നമ്മൾ 50 രൂപയാണ് ഈ മിൽക്കി ബാമ്പു. ഇതൊക്കെ നമ്മൾ ചട്ടിയിലൊക്കെ വല്ല ഫ്രണ്ടിലൊക്കെ വയ്ക്കാൻ നല്ല യെല്ലോ ഷെയ്ഡിലുള്ള നല്ല ഒരു ക്വാളിറ്റിയുള്ള പ്ലാന്റാണ് മിൽക്കി ബാമ്പു എന്ന് പറയുന്നത്. നമ്മൾ 50 രൂപയ്ക്കാണ് ഇതിൻ്റെ നല്ല ഇത് കൊടുക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. നമ്മുടെ കാലാവസ്ഥയിൽ ഒരുപാട് ഉണ്ടാകുന്നതാണ്. ഇത് നമ്മൾ 20 രൂപയിലാണ് നമ്മുടെ ഈ സയാഗ്ര, ഈ ഓർണമെൻ്റൽ ഈ സയാഗ്ര പ്ലാന്റ്, ഈ പാമ്പ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ തന്നെ പ്രൊഡക്ഷൻ തന്നെയാണ്. 20 രൂപയ്ക്ക് നമ്മൾ ഇത് ഇത്രയും വലിപ്പമുള്ള നമ്മുടെ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരുപാട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. നമ്മൾ ചെയ്യുന്ന ഇതാണ്. ഇതിപ്പോൾ നമ്മൾ ഒരുപാട് ഇതിൽ കൂടുതലുണ്ടായിരുന്നു. നമ്മൾ പുറത്തേക്ക് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്ന പോലെ തന്നെ നമ്മൾ പുറത്ത് സ്ഥലങ്ങളിലേക്ക് ഇത് കയറ്റി വിടുകയാണ്. ഇപ്പോൾ 20 രൂപയ്ക്ക് നമ്മളിത് നമുക്ക് ഒരു പ്ലാന്റ് ആണെങ്കിൽ പോലും നമ്മൾ കൊടുക്കാൻ കഴിയും. ബാമ്പുകളിൽ നമ്മൾ ബുദ്ധ ബാമ്പുണ്ട്. അത്രയും വലിപ്പരിക്കുന്ന ബുദ്ധ ബാമ്പൊക്കെ നമ്മൾ 100 രൂപയ്ക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ പുറകിൽ യെല്ലോ ബാമ്പുണ്ട്. 100 രൂപയ്ക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ബാമ്പുവാണ്. അതുപോലെ തന്നെ തൊട്ടടുത്ത് ഇത് മുഴുവൻ നമ്മുടെ ബൗണ്ടറികൾ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ ചെയ്യുന്ന വലിയ മൾട്ടി ബാമ്പുവാണ്. ഇതിപ്പോൾ നമ്മൾ ഏകദേശം ഒരു 6 അടി 7 അടിയൊക്കെ ഹൈറ്റ് ഉള്ളത് നല്ല ബുഷി ആയിട്ടുള്ളതാണ്. ഒരു 6-7 സ്റ്റമ്മുകൾ ഇതിൻ്റെ കൂടെ തന്നെയുണ്ട്. ഇത്രയും വലിപ്പമുള്ള ഇതിൽ നമ്മൾ 350 രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ സാധാരണ ഒരു വീടിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ മതിൽ പോലെ തന്നെ സെറ്റ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് ഡിസൈനോട് കൂടി കട്ട് ചെയ്ത് നിർത്താൻ പറ്റുന്ന നല്ല ഒരു പ്ലാന്റാണ് ഇത് മൾട്ടി ബാമ്പു എന്ന് പറയുന്നത്. നമ്മൾ 350 രൂപയ്ക്കാണ് ഇത് നമ്മൾ ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത്. ഫ്രൂട്ട്സിൽ തന്നെ നമ്മൾ ഞാവൽ നമ്മൾ ബഡ് ചെയ്തിട്ടുള്ള ഞാവലാണ്. ഞാവലിൻ്റെ നമ്മൾ ബ്ലാക്ക് ഞാവലുണ്ട്, വൈറ്റ് ഞാവലുണ്ട്. ഇതിൻ്റെ വലിയ പ്ലാന്റുകളുണ്ട്, ചെറിയ പ്ലാന്റുകളുണ്ട്. വലിയ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ് നമ്മൾ ബഡ് ചെയ്ത ഈ പ്ലാന്റ് നമ്മൾ 150 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത്രയും വലിപ്പമുള്ളത് അത് ഏകദേശം ഒരു 5 അടി 6 അടി ഹൈറ്റുള്ള പ്ലാന്റ് നമ്മൾ 150 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അതുപോലെ ഈ ഇതിലുള്ള നമ്മളിത് സ്വീറ്റ് പുളിയാണ്. സ്വീറ്റ് പുളി നമ്മൾ ബഡ് ചെയ്തിട്ടുള്ള സ്വീറ്റ് പുളി നമ്മൾ 120 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത്ര ഹൈറ്റുള്ളത് ഇത് വലിപ്പമുള്ളത്. ഇതൊക്കെ 2ാമത്തെ വർഷം തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന രീതിയിലുള്ള സ്വീറ്റ് പുളിയാണ്. അത് നമ്മുടെ മാതളാണ്. മാതളം നമ്മൾ ലെയർ ചെയ്തിട്ടുള്ള മാതളാണ്. 120 രൂപയ്ക്കാണ് ഇത്രയും ഇതിൽ നമ്മൾ കൊടുക്കുന്നത്. മാതളം കൊടുക്കുന്നത് 120 രൂപയാണ്. അതുപോലെ തന്നെ ഇത് അവക്കാഡോ ആണ്, ബട്ടർ ഫ്രൂട്ടാണ്. ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ഗ്രാഫ്റ്റ് ചെയ്ത ബട്ടർ ഫ്രൂട്ട് നമ്മൾ 300 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് അവക്കാഡോ കൊടുക്കുന്നത് ഗ്രാഫ്റ്റ് ചെയ്തതാണ്. അത് നമ്മുടെ ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന അവക്കാഡോ ആണ്. അതുപോലെ തന്നെ ദുരിയാൻ്റെ വലിയ പ്ലാന്റുകളാണ്. ദുരിയാൻ്റെ വലിയ പ്ലാന്റുകൾ നമ്മളിത് 500 രൂപയ്ക്കാണ് നമ്മൾ ദുരിയാൻ്റെ ബഡ് ചെയ്തിട്ടുള്ള വലിയ പ്ലാന്റുകൾ നമ്മൾ കൊടുക്കുന്നത് 500 രൂപയ്ക്കാണ്. ഇത് നമ്മുടെ ട്രോപ്പിക്കൽ ആപ്പിളാണ്. നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള ആപ്പിള്. ഇതിപ്പോൾ ഇതിൻ്റെ കാലാവസ്ഥ മാറിയതുകൊണ്ടാണ് നമ്മുടെ ഇത് ഏകദേശം മഴ ആവണോട് കൂടി തന്നെ ഇത് കുറച്ചും കൂടി തളിർത്ത് കുറച്ചും കൂടി വലിയ പ്ലാന്റായി വരും. അത് 250 രൂപയാണ് നമ്മുടെ ട്രോപ്പിക്കൽ ആപ്പിൾ. നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ആപ്പിൾ നമ്മൾ കൊടുക്കുന്നത് 250 രൂപയാണ്. അതുപോലെ തന്നെ ഇത് സൺഡ്രോപ്പാണ്. സൺഡ്രോപ്പൊക്കെ നമുക്ക് അറിയാം, നല്ല ഫ്രൂട്ടാണ്. ഇപ്പോൾ മമ്മൂട്ടിയൊക്കെ കഴിക്കുന്ന ഫ്രൂട്ട് 280 രൂപയാണ് നമ്മൾ
നമ്മുടെ സൺഡ്രോപ്പ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് മട്ടോവയാണ്, മട്ടോവയുടെ പർപ്പിൾ വെറൈറ്റിയാണ്. ഇത് നമ്മൾ 300 രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ തായ്ലാൻഡിൻ്റെ സ്വീറ്റ് ചെറിയാണ്, തായ്ലാൻഡ് സ്വീറ്റ് ചെറി നമ്മൾ 300 രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ചാമ്പയുടെ വെറൈറ്റികളാണ്. ചാമ്പയുടെ 120 രൂപ മുതൽ നമ്മൾ ചാമ്പയുടെ വെറൈറ്റി ആപ്പിൾ ചാമ്പ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി വില കൂടിയത് 250 രൂപ വരും. ദൽഹരി ചാമ്പയൊക്കെ 250 രൂപ വരും. അതിൻ്റെ വെറൈറ്റികൾ ഒരു 5-6 വെറൈറ്റികൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ഇത് പിന്നെ നമ്മുടെ നമ്മുടെ അരിനെല്ലി എന്ന് പറയുന്ന നമ്മുടെ പ്ലാന്റാണ്. ഇത് സീഡ് ആയിട്ടുള്ള പ്ലാന്റാണ്. 50 രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് സ്വീഡ്. അതുപോലെ തന്നെ ഇത് കരിവേപ്പ്, അതൊക്കെ 50 രൂപ നമ്മൾ ആ റേഞ്ചിൽ കൊടുക്കുന്ന പ്ലാന്റുകളാണ്. അതുപോലെ തന്നെ നമ്മൾ സുറിനാം ചെറിയാണിത്. സുറിനാം ചെറിയൊക്കെ നമ്മൾ 100 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. സുറിനാം ചെറി 100 രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സാധാരണ ചെറുനാരങ്ങ നമ്മൾ കുറച്ചും കൂടെ ഇതായിട്ടുള്ള ചെറുനാരങ്ങ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. 130 രൂപയ്ക്കാണ് നമ്മൾ ചെറുനാരങ്ങ നമ്മുടെ കയ്യിൽ ധാരാളം നമ്മൾ സ്റ്റോക്ക് ഉണ്ട്. നമ്മുടെ മക്കൊട്ടദേവയാണ് നമ്മൾ ഷുഗറിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന മക്കൊട്ടദേവ. നമ്മൾ ഇഷ്ടംപോലെ കായ ഉണ്ടാവും. നമ്മൾ 150 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ സ്വീറ്റ് ഓറഞ്ച് നമ്മുടെ കയ്യിൽ ഉണ്ട്, നാഗ്പൂർ ഓറഞ്ച്. നിറയെ കായായിട്ടുള്ളത് തന്നെയാണ്. ഇതിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇപ്പോഴും സീസണൽ ഇതായിട്ട് നിറയെ കായാവുന്ന വലിയ പ്ലാന്റുകളുണ്ട്. നമ്മുടെ കയ്യിൽ ചെറിയ പ്ലാന്റുകളുണ്ട്. ചെറിയ പ്ലാന്റിന് നമ്മൾ 180 രൂപയും വലിയ ഇത്രയും കായായിട്ടുള്ള ഈ വലിയ പ്ലാന്റിന് നമ്മൾ 450 രൂപയാണ് നമ്മളിതിന് വില വരുന്നത്. ഇത് ഇത്രയും വലിയ പ്ലാന്റുകളാണ്. ഇത് ഇഷ്ടം പോലെ നമ്മുടെ അവിടെ ഉണ്ടാവുന്നതാണ്. ഇത് നല്ല അത്യാവശ്യം നല്ല മധുരത്തോട് കൂടിയിട്ടുള്ള നാഗ്പൂർ ഓറഞ്ചാണിത്. 450 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ളതാണ് ഇത് മൾബറിയുടെ പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട്. മൾബറിയൊക്കെ നമുക്ക് പാകിസ്ഥാൻ്റെ മൾബറിയൊക്കെ നമ്മളിത് കായോട് കൂടിയ വലിപ്പത്തിലുള്ള നമ്മുടെ കയ്യിൽ 250 രൂപയ്ക്കാണ് നമ്മൾ കായോട് കൂടിയ വലിയ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് നെല്ലിയുടെ പ്ലാന്റ് നേരത്തെ അവിടെ നമ്മൾ ആയുർവേദ നെല്ലി കാണിച്ചെങ്കിലും ഇത് നമ്മുടെ സാധാരണ കോമൺ നെല്ലിയാണ്. ഇതൊക്കെ 150 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത്. നെല്ലി നമ്മുടെ ഇതിൽ കൊടുക്കുന്നത് 150 രൂപയാണ്. അതുപോലെ തന്നെ ഇതാണ് ഈ സ്വീറ്റ് ലെമൺ കൊടുക്കുന്നത്. സ്വീറ്റ് ലെമൺ നമ്മൾ ഇതൊക്കെ നിറയെ കായായിട്ടുള്ളത്. ഇതൊക്കെ ഇപ്പോൾ സീസണാണ്. ഇതൊക്കെ ഉണ്ട് കായോട് കൂടിയിട്ടുള്ളതാണ്. 250 രൂപയാണ് ഇതിന് കൊടുക്കുന്നത്. സ്വീറ്റ് ലെമൺ നമ്മൾ കൊടുക്കുന്നത് 250 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ബെയറാപ്പിൾ ബെയറാപ്പിളൊക്കെ നമ്മൾ 150 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. 150ക്ക് നമ്മൾ 2 കളറുണ്ട് ബെയറാപ്പിൾ. റെഡും കൊടുക്കുന്നുണ്ട്, ഗ്രീനും കൊടുക്കുന്നുണ്ട്. രണ്ടും ഒരേ വിലയ്ക്ക് 150 രൂപയ്ക്ക്. ഇത്രയും വലിപ്പമുള്ള പ്ലാന്റാണ് കേട്ടോ. ഇതിലൊക്കെ കായായി തുടങ്ങിയിട്ടുള്ള പ്ലാന്റാണ്. അതൊക്കെ ഓൾ സീസണായിട്ട് എപ്പോഴും കായ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇതാണ് പ്ലാന്റുകളാണ്. പിന്നെ അതുപോലെ ഒരുപാട് പ്ലാന്റുകൾ നമ്മളിതിപ്പോൾ നേരത്തെ പറഞ്ഞ വൈറ്റ് ഞാവലായിക്കോട്ടെ. അതുപോലെ തന്നെ ഇത് ഇപ്പുറത്തുള്ളത് അമ്പഴാണ്. അമ്പഴ സ്വീറ്റ് അമ്പഴാണ്. ഇത് ബഡ് ചെയ്തിട്ടുള്ള അമ്പഴം നമ്മൾ 300 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ബഡ് ചെയ്ത് ഓൾറെഡി കായായി നിറയെ കായായിട്ടുള്ള ഇതിൽ നമ്മൾ 300 രൂപയ്ക്കാണ് നമ്മൾ ഇത് നമ്മുടെ കയ്യിൽ കൊടുക്കുന്നത്. അതുപോലെ ഒരുപാട് ഫ്രൂട്ടുകൾ നമ്മളൊക്കെ ഒരു മിഡിൽ റേഞ്ചിൽ വെച്ച് കൊടുക്കുന്ന ഫ്രൂട്ടുകൾ ഒരുപാട് നമ്മുടെ കയ്യിലുണ്ട്. നമ്മളെല്ലതും ഇപ്പോൾ കാണിക്കാൻ പറ്റാത്ത ഒരു ഇതിലാണ്. അത് നമ്മുടെ കാറ്റലോഗിൽ തന്നെ നമുക്ക് ആര് ചോദിച്ചാലും നമ്മൾ അതിൻ്റെ പ്രൈസും അതിൻ്റെ പ്രൈസ് ലിസ്റ്റും അതിൻ്റെ കാറ്റലോഗും കൊടുത്തിട്ട് നമ്മൾ നോക്കിയാൽ മതി. അതിൻ്റെ വലുപ്പം എല്ലാം കൂടി നമ്മൾ കൊടുത്തിട്ടാണ് നമ്മൾ കസ്റ്റമറെ അത് ബോധ്യപ്പെടുത്തുന്നത്. ഇതെല്ലാം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ നമ്മൾ പരമാവധി റീസണബിൾ ആയിട്ടുള്ള റേറ്റിന് നമ്മൾ കൊടുക്കാനാണ് നമ്മൾ ശ്രമിച്ചുള്ളത്. പിന്നെ ഒരിക്കൽ കൂടി പറയുന്നത്, നമുക്ക് ഡെലിവറി എന്ന് പറയുന്ന സംവിധാനം നമുക്കില്ല. നമ്മളിവിടെ വന്ന് പ്ലാന്റ് സെലക്ട് ചെയ്ത് എടുക്കുന്നതാണ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ കാറ്റലോഗ് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ ഇത് ചെയ്യാവുന്ന ഒരു സംവിധാനം. ട്രാവലിംഗ് എക്സ്പെൻസ് നിങ്ങൾക്ക് വരുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് ചെയ്യാവുന്ന കാര്യം ഡെലിവറി സംവിധാനം ഇല്ല. നമ്മൾ ഒരു പ്ലാന്റിന് കൊറിയർ സംവിധാനവും ഇല്ല. കൊറിയർ ഒരുപാട് നമ്മൾ ചെയ്തിട്ട് അത് ഫ്ലോപ്പ് ആയതുകൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത്. കൊറിയറിൽ ചിലപ്പോൾ ഒരു പ്ലാന്റ് അയച്ച് നമ്മളെ സംബന്ധിച്ച് നമുക്ക് പേയ്മെൻറ്റ് കിട്ടും. പക്ഷേ കസ്റ്റമറെ സംബന്ധിച്ച് അത് ചിലപ്പോൾ അത് ഗുണകരമാവില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്ത. പല ആളുകൾ നമ്മളെ വിളിച്ച് നിർബന്ധിക്കുന്നുണ്ട് കൊറിയർ അയച്ചു തരണം. പക്ഷെ നമുക്ക് വളരെ സോറി, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പലപ്പോഴും നമുക്കിത് സംഭവിച്ചത് കൊണ്ടാണ് നമ്മൾ കൊറിയർ അയക്കാത്തത്. നിങ്ങൾ പരമാവധി നമ്മൾ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ അതുപോലെ നമ്മളിത് പറഞ്ഞ പോലെ നിങ്ങൾ എന്തെങ്കിലും ഒരാൾക്ക് ചെറിയ പ്ലാന്റ് എടുക്കാൻ പറ്റില്ലെങ്കിൽ തന്നെ 1-2 പേര് കൂടിയിട്ടെങ്കിലും നിങ്ങൾക്കൊരു ട്രാവലിംഗ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാവുന്ന രീതിയിൽ നിങ്ങൾ അറേഞ്ച്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് കൊടുത്തയക്കാവുന്ന ഒരു സംവിധാനം ചെയ്യും. കൊറിയർ മാത്രം നിങ്ങൾ ചോദിക്കരുത്. അത് മാത്രമാണ് പറയുന്നത്. നമ്മൾ ഈ വിലയിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഇതിനേക്കാളും വലിയ പ്ലാന്റുകളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ പുതിയൊരു ഔട്ട്ലെറ്റ് അപ്പുറത്തുണ്ട്. വലിയ പ്ലാന്റുകളും കൂടി നിറയായിട്ട്.
അപ്പോൾ അതിന് കുറച്ചും കൂടെ പ്ലാന്റിൻ്റെ വലുപ്പത്തിനനുസരിച്ചുള്ള കുറച്ച് പ്രൈസ് വലുപ്പം ഉണ്ടാവും. അത് നമുക്ക് ഇഷ്ടമുള്ള ചെറിയ ആളുകൾക്ക് ഇപ്പോൾ വലിയ പ്ലാന്റ് തന്നെ നിർബന്ധം പിടിക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ള ചെറിയ ബഡ്ജറ്റിലുള്ളതും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ നമ്മൾ ഈ പ്രൈസിന് നമുക്ക് കൊടുക്കാൻ കഴിയും. നമ്മളിത് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതിപ്പോൾ 2-3 വർഷങ്ങളായിട്ട് തന്നെ നമ്മളിവിടെ നിങ്ങളുടെ ചാനലിൽ കൂടെ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായിട്ട് നമ്മൾ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്, ഈ ചാനലിൽ കൂടെ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അത്രയാണ് ഇപ്പം നമുക്ക് സംഭവത്തിൽ ഈ വീഡിയോയിൽ പറയാനുള്ളത്. നമ്മുടെ അടുത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കുന്നതാണ് ഈ സ്വീറ്റ് ഓറഞ്ചിൻ്റെ കളക്ഷൻ. നമ്മളിപ്പോൾ ഒരുപാട് സ്വീറ്റ് ഓറഞ്ചിൻ്റെ നല്ല കളക്ഷൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ബഡ്ജറ്റിലായിട്ട് ചെറിയ പ്ലാന്റും ഉണ്ട്, വലിയ പ്ലാന്റും ഉണ്ട്. വലിയ പ്ലാന്റിലാണെങ്കിൽ നമുക്ക് ഒരുവിധം എല്ലാ പ്ലാന്റിലും നമുക്ക് കായ കിട്ടും. ഇത്രയും വലിപ്പത്തിലുള്ള കായ നമുക്ക് കിട്ടും. ഇതിന് 450 രൂപയാണ് വരുന്നത്. ഒപ്പം തന്നെ ഇതിൻ്റെ ചെറിയ പ്ലാന്റും ഉണ്ട്. ചെറിയ പ്ലാന്റ് നമുക്ക് 180 രൂപയ്ക്ക് 180ക്ക് നമുക്ക് കൊടുക്കാൻ കഴിയും. അതും പെട്ടെന്ന് റിസൾട്ട് വരുന്ന തന്നെയാണ്. പക്ഷേ നമ്മളിതിന് വലിയതും ഇത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതിലെല്ലാത്തിലും ഒരുവിധം എല്ലാ പ്ലാന്റിലും കായ കിട്ടും. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്, നല്ല സ്വീറ്റോട് കൂടിയിട്ടുള്ളതാണ്, നല്ല ഓറഞ്ചാണ്. നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടുകളിലൊക്കെ സമൃദ്ധിയായിട്ട് നമുക്ക് ഫ്രണ്ടിലൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ടും നമുക്ക് കഴിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഓറഞ്ച് തന്നെയാണ്. നമുക്ക് ഇത്രയും വലിപ്പമുള്ളത്, നമുക്ക് കായ കിട്ടുന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഇവിടെ ഇത് കാണിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ചെറിയ പ്ലാന്റും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നമുക്ക് ധാരാളം സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ. സ്ഥലം കുറവുള്ള ആളുകൾക്കാണെങ്കിൽ ഇത് നമുക്ക് ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് ഡ്രമ്മിൽ തന്നെ ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായി ഒരുപാട് കായ്ക്കും. പ്രത്യേകിച്ച് അതിനേതായ ചെറിയ വളങ്ങൾ, സാധാരണ നമ്മൾ ചെയ്യുന്ന വളങ്ങൾ തന്നെ ചെയ്താൽ മതി. അത് ചെയ്താൽ തന്നെ ഒരുപാട് കായ്ച്ച് നല്ല ഭംഗിയിൽ നമുക്ക് നല്ല റിസൾട്ടോട് കിട്ടുന്ന സ്വീറ്റ് ഓറഞ്ച് തന്നെയാണ് ഇത് ധൈര്യമായിട്ട് നമുക്ക് മേടിക്കാൻ കഴിയും. നമ്മൾ ഒരുപാട് ആളുകൾക്ക് കൊടുത്ത് നല്ല റിസൾട്ട് കിട്ടി. അതുപോലെ തന്നെ പല ആളുകളും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വീണ്ടും ഇത് നമുക്ക് അത്രയധികം നമുക്ക് സ്റ്റോക്ക് വെച്ചിട്ടുള്ളത്. ധാരാളം നമുക്ക് ഒരു റീസണബിൾ റേറ്റിലാണിത് നമുക്ക് കൊടുക്കാൻ കഴിയും. ഈ കായോട് കൂടി ഇത് നേരത്തെ പറഞ്ഞ പോലെ 450 രൂപയ്ക്കും, അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ പ്ലാന്റ് 180 രൂപയ്ക്കും. ചെറിയ പ്ലാന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ തൊട്ടടുത്ത് കാണിക്കുന്ന ഇത് തന്നെയാണ്. അധികം വലിപ്പ വ്യത്യാസമൊന്നുമില്ല, പ്രായത്തിൻ്റെതായ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ റേറ്റ് വരുന്നത്. 180ക്കും 450ക്കും നമുക്ക് കൊടുക്കാൻ കഴിയും. ഡ്രമ്മിൽ നടന്ന ആളുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വളം തന്നെ, അതായത് നമുക്ക് എല്ലുപൊടിയാണെങ്കിൽ കൂടി തന്നെ വേപ്പും പിണ്ണാക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഒപ്പം തന്നെ നമുക്ക് ഈ ഫാക്ടം ഫോസിൻ്റെ 20-20 വളം നമുക്ക് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല റിസൾട്ട് ഇതിന് കിട്ടുന്ന ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. അത് നമ്മളും ഇവിടെ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളതാണ്. 20-20 ഫാക്ടം ഫോസിൻ്റെ നമുക്ക് കുറച്ച് ഉപയോഗിച്ചാൽ മതി. അത് 1-2 മാസങ്ങളിൽ ഇടവിട്ടുകൊണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നല്ല റിസൾട്ട് ഇതിന് കിട്ടുന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് ഒന്നും കൂടി നമ്മൾ പ്രൊമോട്ട് ചെയ്ത് പറയുന്നത്. അതിപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു വളം കൂടി തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ നാടൻ വളങ്ങൾ, എല്ലുപൊടി ആയാലും വേപ്പും പിണ്ണാക്കായാലും ചാണകപ്പൊടി ആയാലും ഒക്കെ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിന് നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 450 രൂപയുടെ ഓറഞ്ച്. ഈ ഓറഞ്ചിൻ്റെ വലിപ്പം തന്നെ നിങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് ഇവിടെ നമ്മുടെ കാലാവസ്ഥയിൽ നമ്മളിവിടെ ചെയ്യുന്ന ഓറഞ്ചാണ്. 450 രൂപയ്ക്കാണ് നമ്മൾ ഈ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത്. ഇതിൻ്റെ ചെറിയ പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് 180 രൂപ. ഇത് അത്രയും വലിപ്പമുള്ളത് നമ്മുടെ നാട്ടിൽ റിസൾട്ടോട് കൂടി കിട്ടുന്ന ഓറഞ്ചാണ്. നല്ല സ്വീറ്റാണ്, സ്വീറ്റ് ഓറഞ്ച് തന്നെയാണ് ഇത് പറയുന്നത്. നല്ല ഓറഞ്ചാണ്. നമുക്ക് ഒരുപാട് കളക്ഷൻ നമ്മുടെ കയ്യിൽ ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ ഗ്രീൻസ് ഗാർഡൻ്റെ നമ്മുടെ ഒരു പുതിയ ഔട്ട്ലെറ്റാണ്. ഔട്ട്ലെറ്റിൽ ഇവിടെ നമ്മൾ വലിയ പ്ലാന്റുകളാണ് മുഴുവനുള്ളത്. ചെറിയ പ്ലാന്റുകൾ കുറവാണ്. നമ്മൾ കൂടുതലും ചെറുത് അവിടെയാണ് ഇരിക്കുന്നത്. ഇപ്പം നമുക്ക് അവിടെ വന്നിട്ട് വലിയ പ്ലാന്റുകൾ വേണമെന്ന് പറയുന്ന ആളുകൾക്കും, അതുപോലെ തന്നെ വലുതായിട്ട് ഇപ്പോൾ കായോട് കൂടി അത്രയും വലുത് വേണമെന്ന് പറയുന്ന ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ഒരുവിധം വലിയ ഫ്രൂട്ട്സുകളുടെ വലിയ വെറൈറ്റികൾ നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. ഇതിലിപ്പോൾ നമുക്ക് എല്ലാ മാവുകളുടെ വെറൈറ്റികളുണ്ട്. ഒരു 6-7 തരം മാവുകളുടെ വെറൈറ്റികളുണ്ട്. പിന്നെ അതുപോലെ തന്നെ സപ്പോട്ട, അതുപോലെ തന്നെ സീതപ്പഴം, അതുപോലെ പ്ലാവുകളുടെ വെറൈറ്റികളുണ്ട്, ലോങ്ങനുണ്ട്, അതുപോലെ ഞാവലുകളുടെ വൈറ്റ് ഞാവൽ ഉൾപ്പെടെയുള്ള വലിയ ഞാവലുകളുടെ കളക്ഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് നമ്മൾ ചാമ്പയുടെ വലിയ പ്ലാന്റുകളുണ്ട്, ചെറുനാരങ്ങയുണ്ട്, ബുഷ് ഓറഞ്ച് ഉണ്ട്. ഇതിൻ്റെയൊക്കെ വലിയ പ്ലാന്റുകൾ എല്ലാം നമുക്കിവിടെ സ്റ്റോക്ക് ഉണ്ട്. വലിയ ഐറ്റംസുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. അപ്പോൾ നമുക്കവിടെ വേണമെന്ന് വലുത് മാത്രം വേണമെന്നുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് ഈ നമ്മുടെ നഴ്സറി റോഡ് തൊട്ട് തന്നെയാണ്. ഏകദേശം ഒരു 300-400 മീറ്ററേ നമുക്ക് വ്യത്യാസമുള്ളൂ. ഇവിടെ മാവുകളൊക്കെ അതേ പൂത്ത് ആയിട്ടുള്ള മാവുകളുണ്ട്. അതുപോലെ തന്നെ ഇത് കാലാപ്പാടി മാവാണ്. ഇതൊക്കെ നമുക്ക് ഇത്രയും വലിയ പ്ലാന്റ് പൂത്തതിനൊക്കെ നമ്മൾ 1000 രൂപയാണ് ഇതിനൊക്കെ നമ്മൾ വില ഇടുന്നത്.
അതുപോലെ തന്നെ ബനാന സപ്പോട്ടയുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ ബനാന സപ്പോട്ട നമുക്ക് ഒരു 1000 രൂപ റേഞ്ചിലൊക്കെ ഇത്രയും വലിയ ബനാന സപ്പോട്ട ഒക്കെ നേരെ കായായിട്ടുള്ള ടൈപ്പ് വലുത് നമുക്ക് കൊടുക്കാൻ കഴിയും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെയുള്ള കുറച്ച് ഓർണമെൻ്റൽ പ്ലാന്റുകളും നമ്മുടെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്. കുറച്ച് ഓർണമെൻ്റൽ പ്ലാന്റുകൾ ഡിസ്മോഡിയത്തിൻ്റെയൊക്കെ വലിയ പ്ലാന്റുകൾ, അതായത് പുതിയതായിട്ടൊക്കെ വീട് വെക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഉപകാരപ്രദമാവുന്ന രീതിയിൽ വലിയ പ്ലാന്റുകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറേ പ്ലാന്റുകൾ നമ്മൾ ഓൾറെഡി ഇവിടെ പ്ലാന്റ് ചെയ്തിട്ടുള്ളതുണ്ട്. അതിൽ നിന്ന് നമുക്ക് ബഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ പ്രൊഡക്ഷനിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ബഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്ലാന്റുകൾ നമ്മൾ ബഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലൊക്കെ ഇപ്പോൾ ഇത്രയും വലിയ ലാൻഡ്സ്കേപ്പിങ്ങിന് നന്നായി ഉപയോഗിക്കുന്നതാണ്. ഇതൊക്കെ നമുക്ക് ഒരു 800 രൂപയ്ക്ക് ഡിസ്മോഡി എന്ന് പറയുന്ന ഈ പ്ലാന്റ്, ഇതിൻ്റെ നമുക്ക് 150 രൂപയുടെ ചെറുതുണ്ട് നമ്മുടെ അവിടെ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്. ഇതുപോലെ 800 രൂപയ്ക്ക് ഇത്രയും വലിയ പ്ലാന്റുകളൊക്കെ നമുക്ക് ഒരു പുതിയതായിട്ടുള്ളൊരു വലിയൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇതിട്ടുണ്ട്. ഇത് ചൈനീസ് മുസമ്പിയാണ്. ഇതൊക്കെ ഓൾറെഡി കായായിട്ടുള്ള ചൈനീസ് മുസമ്പിയാണ്. കുറച്ചും കൂടി ചെറിയത് 150 രൂപയുടെ അവിടെ ഉണ്ട്. ഇതൊക്കെ നമുക്കൊരു 600 രൂപ റേഞ്ചിൽ വരുന്ന ഇതാണ്. അതുപോലെ തന്നെ ഇതൊക്കെ യുജീനിയയുടെ ഏറ്റവും ചെറിയ യുജീനിയ നമ്മൾ 40 രൂപയ്ക്കാണ് നമ്മളവിടെ ഉള്ളത്. അതിൻ്റെയൊക്കെ വലുത് 600 രൂപയുടെയൊക്കെ വലിയ പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്. അതുപോലെ തന്നെ നേരത്തെ നമ്മളവിടെ കണ്ട കൊടംപുളിയുടെ വലിയ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ, ഇതൊക്കെ നമ്മൾ 600 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ബയർ ആപ്പിളിൻ്റെ വലുത് 600 രൂപ. അതുപോലെ ചാമ്പയൊക്കെ അതൊക്കെ 550 രൂപയ്ക്ക് കൊടുക്കുന്ന ചാമ്പയാണ്. അത്രയും വലിയ ചാമ്പ, ഓൾറെഡി കായായിട്ടുള്ള ചാമ്പയാണ്. അതുപോലെ തന്നെ ലോങ്ങൻ്റെ ഡയമണ്ട് റിവറിൻ്റെയൊക്കെ ഇത്രയും വലിപ്പമുള്ളതിന് നമുക്ക് 1000 രൂപയ്ക്ക് കൊടുക്കാൻ കഴിയും. ലോങ്ങനൊക്കെ 1000 രൂപയ്ക്ക് നമ്മൾ കൊടുക്കാൻ കഴിയുന്ന ഇതുണ്ട്. അതുപോലെ തന്നെ ഒരുവിധം അല്ലാതെ കാലാപ്പാടിയാണ്. ഈ മാവുകൾ ഫുള്ള് കാലാപ്പാടിയാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ പൂത്ത വൈറ്റ് ഞാവൽ, ഇത് ഓൾറെഡി കായായിട്ടുള്ളതാണ്. ഞാവലിൽ വൈറ്റ് ഞാവൽ എല്ലാം അതായത് നോക്കിക്കഴിഞ്ഞാൽ കാണാം 700 രൂപയ്ക്കാണ് നമ്മൾ ഈ വൈറ്റ് ഞാവൽ കൊടുക്കുന്നത്. ഇഷ്ടം പോലെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ഇത് ഫുള്ളായിട്ട് പൂത്തതാണ്. അതുപോലെ തന്നെ വൈറ്റ് ഞാവലിൻ്റെ തന്നെ ഇതായിട്ടുള്ളത് 700 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അതുപോലെ ഒരുപാട് വെറൈറ്റികളുണ്ട് നമ്മുടെ കയ്യിൽ. ഇപ്പുറത്തും ഈ ഏരിയ ഒക്കെ നമ്മൾ ഫുള്ളായിട്ട് ഇതിന് വേണ്ടിയിട്ട് ഈ വലിയ പ്ലാന്റുകൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് സീതപ്പഴം നമ്മൾ തന്നെ ഓൾറെഡി വേണ്ടോ ഫുള്ള് കായായിട്ടുള്ളതാണ്. ഇതൊക്കെ 1000 രൂപയ്ക്ക് ഇത് കണ്ട കായ ഫുള്ള് വലിയ കായ, ചെറുതല്ല. ഇതൊക്കെ നമ്മുടെ പ്ലാന്റുകളിൽ ഇത്രയും വലിയ ഇത് ഉണ്ടാകുമെന്നുള്ളത് കാണിക്കാൻ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഉണ്ടാകുമെന്നുള്ളതിന് ഒന്നുകൂടെ നമ്മുടെ ഇതിൽ കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഇത്രയും വലിയ പ്ലാന്റുകൾ വെക്കുന്നത്. ഇതൊക്കെ ഉണ്ടോ എല്ലാം കായായിട്ട് നമുക്കൊക്കെ ഫ്രൂട്ട്സ് കടയിൽ കിട്ടുന്ന അതേ വലുപ്പത്തിലുള്ളത് നമുക്ക് ഇവിടെ കിട്ടും. ഇതൊക്കെ അതിനുള്ള കോസ്റ്റേ വരുന്നുള്ളത് കണ്ടോ. വലുപ്പം നമുക്ക് ഏകദേശം 10 അടി 12 അടി ആയിട്ടുണ്ട്. എല്ലാം നല്ല കടവണ്ണത്തോടു കൂടി നല്ല ബുഷായിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ചെറുനാരങ്ങയുടെ വെറൈറ്റികൾ നമ്മൾ 130 രൂപയ്ക്ക് കൊടുക്കുന്ന ചെറുനാരങ്ങയുടെ വലിയത് നമുക്ക് ഇവിടെ ധാരാളം ഉണ്ട്. നമ്മുടെ ഇപ്പോൾ ഒരു വീട്ടിലേക്കൊക്കെ ആവശ്യമുള്ളതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ളതാണ്. ഇപ്പോൾ ഇതിലൊക്കെ നിറയെ കായായിട്ടുള്ളതാണ് കേട്ടോ. ഇതിലൊക്കെ നിറയെ കായായിട്ടുള്ള ഫുള്ളായിട്ട് കായായിട്ടുള്ള പ്ലാന്റുകളാണ്. ചെറുനാരങ്ങ നമുക്ക് 130 രൂപയ്ക്കാണ് നമ്മൾ ചെറുത് കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഒരു 600 രൂപയ്ക്ക് ഇത്രയും വലിപ്പമുള്ളത് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് ഓൾറെഡി ഇതിൽ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇതെല്ലാം പൂത്തിട്ടുള്ളതാണ്. ഇതൊക്കെ നമുക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിലേക്കുള്ള ആവശ്യമുള്ളതൊക്കെ ഇപ്പോൾ തന്നെ നമുക്ക് കിട്ടും. അതേ രീതിയിലുള്ള പ്ലാന്റുകളാണ് നമ്മുടെ കയ്യിൽ. എല്ലാം ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് റിസൾട്ട് കിട്ടുന്ന പ്ലാന്റുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അതാണ് ഒന്നും കൂടെ അതിന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളിത് വലിയ പ്ലാന്റുകളും നമ്മളിപ്പോൾ ആദ്യം എപ്പോഴും വരുമ്പോൾ നമ്മൾ ആ നഴ്സറി മാത്രമാണ് നമ്മൾ കാണിക്കാറ്. ഇപ്പം നമ്മളിതിൻ്റെ വലിയതും കൂടി ഒന്നുകൂടിയും കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ കസ്റ്റമേഴ്സിന് അപ്പോൾ അവരുടെ വീട്ടിൽ ഇതിനേക്കാളും വലിയ പ്ലാന്റുകളായിട്ടുണ്ടാവും നമ്മൾ വാങ്ങിച്ച് കൊടുത്തിട്ടുള്ള ആളുകൾക്ക്. പക്ഷേ എങ്കിൽ കൂടി നമ്മളും കൂടി വലിയ പ്ലാന്റുകളും കൂടി നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട്. ആവശ്യകാരികൾ വന്നു കഴിഞ്ഞാൽ പിന്നെ വലുതാവുന്ന ഒരു കാലതാമസം വേണ്ട. നമുക്ക് നോർമലായിട്ട് ചെയ്യുന്ന വളങ്ങൾ, നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ചെയ്യുന്ന വളങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ഇതിപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വരുന്ന മാംഗോ ആണ് നമ്മൾ ബനാന മാംഗോ എന്ന് പറയുന്നത്. നമ്മൾ ചെറിയ പ്ലാന്റിന് തന്നെ ഇത്ര വലിപ്പം 480 രൂപ വിലയുള്ള പ്ലാന്റാണ്. ഇത് നമുക്കതിൻ്റെ വലിയ പ്ലാന്റുകൾ നമ്മൾ 1000 രൂപയ്ക്കാണ് നമ്മൾ ഇത്രയും വലുത് നമ്മൾ കൊടുക്കുന്നത്.
1000 രൂപയ്ക്ക് പുറത്തുനിന്ന് വരുന്നത്. ഏതെങ്കിലും ഒരു നഴ്സറിയിൽ നമുക്ക് ഇത്രയും ചീപ്പായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവില്ല. നിങ്ങൾ അത്ര നോക്കിയോ, ഹെൽത്തി ആയിട്ടുള്ളത് എല്ലാം ബ്രാഞ്ചോട് കൂടിയിട്ടുള്ള ഇതാണ്. അല്ലാതെ ഒരു സിംഗിൾ ബ്രാഞ്ചിൽ വന്നിട്ടുള്ള പ്ലാന്റ് അല്ല ഇത്. എല്ലാത്തിലും ബ്രാഞ്ചോട് കൂടിയിട്ടുള്ള വന്നിട്ടുള്ള ഇതാണ്. ഇതിൻ്റെ കടവണ്ണം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ കഴിയും. നല്ല ക്വാളിറ്റിയുള്ള ഇതാണ് ബനാന മാംഗോ. ഇത് 1000 രൂപയ്ക്ക് നമുക്കിത് കൊടുക്കാൻ കഴിയും. എത്ര വേണമെങ്കിൽ കൊടുക്കാൻ കഴിയും. നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. 1000 രൂപയ്ക്ക് കൊടുക്കാൻ കഴിയും. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ ബനാന സപ്പോട്ട കണ്ടോ, ഇതാണ് ബനാന സപ്പോട്ട. നമുക്ക് നല്ല മധുരത്തോട് കൂടിയിട്ടുള്ളതാണ് ബനാന സപ്പോട്ട. സാധാരണ സപ്പോട്ടയെക്കാളും വ്യത്യസ്തമായിട്ടുള്ള നല്ല ഇതാണ്. നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ആ സൈഡിലൊക്കെ ഇരിക്കുന്നത് ഫുള്ള് ഇതാണ്. നമുക്കിപ്പോൾ ഒരുപാട് സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് വരുന്നവരുടെ ബഡ്ജറ്റ് പോലെ. ചെറിയ പ്ലാന്റ് ഇല്ലാത്ത ഒരു വിഷയം വരില്ല. ചെറിയ പ്ലാന്റും ഉണ്ട്, ഒപ്പം തന്നെ വലിയ പ്ലാന്റുകളും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള നമ്മുടെ സബ്സ്ക്രൈബർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പേരെന്ന് പറയാമോ? എൻ്റെ പേര് ചന്ദ്രൻ. ചന്ദ്രൻ. അനീഷ്. എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്തത്? പർച്ചേസ് ചെയ്ത് ഞങ്ങൾ ആപ്പിള്, ബദാം, പിന്നെ ഞങ്ങളെ മിറാക്കിള്, ആപ്പിള്, മാവ്, പിന്നെ അബിയു, അത്യാവശ്യം വേണ്ടതൊക്കെ അത്യാവശ്യം വേണ്ടതൊക്കെ മേടിച്ചിട്ടുണ്ട്. ഈ ഇടയ്ക്ക് എന്താ ഇനി വയ്ക്കാൻ സ്ഥലമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗ് കേട്ടോ, അതെന്താ സംഭവം? സ്ഥലം എന്ന് പറഞ്ഞാൽ വീടിന്റെ പറമ്പിന്റെ ഏരിയ കുറച്ചാണല്ലോ. അത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഏരിയ ഉണ്ടെങ്കിൽ വീണ്ടും വന്ന് മേടിക്കും ഞങ്ങള്. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കാരണം അത്ര വയ്ക്കാനുള്ള ഏരിയ ഉള്ളൂ. പുള്ളി സെലക്ട് ചെയ്യും. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമായി. ബ്രോ പറയണെന്ന് പറഞ്ഞാൽ ഇത് എവിടെ വയ്ക്കും, സ്ഥലമില്ല, നമുക്ക് സ്ഥലമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ? അപ്പൊ ഞങ്ങൾ ഇതിപ്പോ ഡ്രമ്മിലൊക്കെ വെക്കാനുള്ള പരിപാടിയാ വീട്ടില്. ഡ്രമ്മില് അല്ലേ? അതാകുമ്പോഴേക്കും കുറച്ച് കൂടുതൽ വെക്കാമല്ലോ. ഡ്രമ്മിലൊക്കെ നമുക്ക് വീട്ടിലെ ഏരിയ അങ്ങനെ പോവില്ലല്ലോ. അപ്പൊ അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് വളർത്താം. ഓക്കെ, കഴിഞ്ഞ വീഡിയോ കണ്ടാണ് വന്നത്. അപ്പോൾ അതിൽ പറയുന്ന വിലകളൊക്കെ ആ വിലകൾ തന്നെയാണോ? അത്യാവശ്യം ആ വിലകൾ തന്നെയാണ്. കൂടുതൽ വാങ്ങിച്ചോ? കൂടുതൽ മേടിച്ചിട്ടൊന്നുമില്ല. ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട്. എന്താ നേഴ്സറിക്ക് ഇഷ്ടപ്പെട്ടോ? അടുത്ത് വരും ഉറപ്പായിട്ട് വരും. ഓക്കെ, പുള്ളിയുടെ ഡീലിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? തൈകളൊന്നും ഒന്ന് പിടിച്ചു കിട്ടി കഴിഞ്ഞാൽ സെറ്റ് കഴിഞ്ഞാൽ ഒന്നും കൂടി ഞങ്ങൾ വരും. ഓക്കെ, അറിയില്ലല്ലോ. അതെ ആദ്യമായിട്ടാണ് ഞങ്ങൾ വന്നേക്കണത്. അതെ. ഓക്കെ നോക്കിയിട്ട് അടുത്ത് വരും. ഇതിപ്പോ കൊണ്ടുപോകുന്നുണ്ടോ? കൊണ്ടുപോകുന്നുണ്ട്. വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടോ? വണ്ടി ഇപ്പൊ വരും. അറേഞ്ച് ചെയ്ത് തന്നോ? ഓക്കെ, അപ്പോൾ എല്ലാം സപ്പോർട്ട് ചെയ്ത് തരുന്നുണ്ടല്ലോ. എന്തായാലും നേഴ്സറി ഇഷ്ടപ്പെട്ടു. നേഴ്സറി ഇഷ്ടപ്പെട്ടു. ഓക്കെ.